കാണുന്നില്ലേ? വിസിബിൾ അല്ലേ? ആ കാണാം കാണാം. മറ്റേ ക്ലാസ് ഞാൻ അയച്ചു തന്നിട്ടില്ലല്ലേ? ഓക്കെ, ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ സാർ. എൻ ആ എൽ പി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇല്ലേ, ഇപ്പം നമ്മൾ ഇതേപോലെയൊക്കെ ടെക്സ്റ്റും ഇതൊക്കെ ആയിട്ട് എടുക്കുന്നത്. സോ അത് ഇത്രയും ദിവസം നമ്മൾ ആ ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ഡാറ്റ അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്തായിരുന്നത്. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ എൻ എൽ പി എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിൽ കേൾക്കുന്നില്ലേ? കേൾക്കാം. ഓക്കെ, എൻ എൽ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണെന്ന് പറയുന്നത്. ഇതിൽ മെഷീൻസിന് അതെങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇപ്പോൾ മെഷീൻസ് ഈ ഒരു ലാംഗ്വേജസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ്, നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അവർക്ക് ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ ഒരു വേർഡ് കൊടുക്കുകയാണ്, ലാംഗ്വേജ് എന്നോ അല്ലെങ്കിൽ സംതിങ് എൽസ്, ഫുട്ബോളിനോ ക്രിക്കറ്റിനോ എന്തെങ്കിലും വേർഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ എക്സാക്റ്റ് മീനിങ് അറിയില്ല. അവർക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ടോക്കൺ ഉണ്ടാവും. ഇപ്പോൾ ഒരു വേർഡിന് ലൈക്ക് ഒരു ടോക്കൺ അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാവും. ആ ന്യൂമറിക്കൽ വാല്യൂ മാച്ച് ചെയ്തിട്ടാണ് ആ മെഷീൻസ് ഇത് ഇന്ന സംഭവമാണെന്ന് അറിയുന്നത്. ഇപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ നോക്കുക എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ ഒരു നമ്പർ എടുക്കുകയാണ്, പ്ലേ എന്നുള്ള ഒരു വേർഡിന് ഒരു ടോക്കൺ കൊടുക്കുകയാണ് 11,247. സോ ആ 11,247 എന്നുള്ളതാണ് പ്ലേ എന്നുള്ള വേർഡുമായിട്ട് അത് മാച്ച് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡാണെന്നുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് ടോക്കൺ ഉണ്ടാവും. ഒരു 1023 എന്തെങ്കിലും ഒരു നമ്പർ അതിന് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ആ ഒരു നമ്പർ വന്നാലാണ് ഇത് ആപ്പിളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്ന പോലെ വേർഡ്സ് ആയിട്ടല്ല, അവിടെ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടായിരിക്കും അസൈൻ ചെയ്ത് കൊടുത്തേക്കണം. സോ അത് മാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ എൽ എൽ എംസ് ആയാലും, എൽ എൽ എംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷനാണ്. എൻ എൽ പി ഒക്കെ സ്റ്റിൽ എൽ എൽ എംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ചാറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ ജി പി ടി അങ്ങനത്തെ ഒരു ഇതിൽ എൽ എൽ എം മോഡലിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വേർഡ്സ് മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് പോകുമ്പോൾ മെഷീൻസിന് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ ഒരു ടോക്കണൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മുടെ റെസ്പോൺസ് ഈ ഒരു നമ്പേഴ്സിൻ്റെ രീതിയിൽ അങ്ങനെ മാച്ച് ചെയ്തിട്ട് അതിൽ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ഒരു 3-4 പ്രോസസ്സ് ഉണ്ട്, ലെമറ്റൈസേഷൻ, സ്റ്റെമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ ഒരു പ്രോസസ്സും കൂടിയും കഴിഞ്ഞിട്ടാണ് ഈ ഒരു 4 പ്രോസസ്സാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഇതിലൊരു വേർഡ്, ഒരു സെൻറ്റൻസ് കാണുന്നില്ലേ, ദ സ്ട്രൈപ്ഡ് കാറ്റ്സ് വോർ റണ്ണിങ് ക്വിക്ക്ലി അക്രോസ് ദ ഗാർഡൻസ്. ഓക്കെ, ഇത് എൻ എൽ പിയിൽ പ്രോസസ്സ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടോക്കണൈസേഷൻ എന്ന് പറയും. ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഓരോ സ്പ്ലിറ്റിങ് കൊടുത്തിട്ട് ഓരോ വേർഡിനെയും ഇൻഡിവിജ്വലി ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇതിലിപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ദ എന്നുള്ളത് ആ സെൻറ്റൻസത്തെ ഫസ്റ്റ് വേർഡ് ദ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തു, ദെൻ സ്ട്രൈപ്ഡ് എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ വേർഡ്സ് മീനിങ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടേ. അല്ലാന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു സെൻറ്റൻസ് മാത്രമായിട്ട് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് ആ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടോക്കണൈസേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. സെപ്പറേറ്റ് വേർഡ്സ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, ദെൻ അത് പ്രോസസ്സ് ചെയ്യുന്നു. ദെൻ അടുത്തതാണ് നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഓഫറിൻ്റെ ഓരോ ഓഫറൊക്കെ വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഫ്രീ എന്നോ അല്ലെങ്കിൽ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഇടുന്നുണ്ടാവും. ആൻഡ് മലീഷ്യസ് ലിങ്ക്സ് ഒക്കെ വരുമ്പോൾ അവർ കൂടുതലും ഈ ഒരു ക്യാപിറ്റൽ ലെറ്ററിലാവും ഇടുന്നത്. സോ അത് യൂസ് ചെയ്യുന്ന വിധത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ചിലർ ഭയങ്കര ആംഗ്രി ആണെന്നുണ്ടെങ്കിൽ ചില വേർഡ്സൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ യൂസ് ചെയ്യും. സോ നമ്മൾ ജസ്റ്റ് വാട്ട് എന്നുള്ള ഒരു സംഭവം നോർമലി ചോദിക്കുന്നതും ക്യാപിറ്റൽ ലെറ്ററിൽ
ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ചോദിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, രണ്ടിൻ്റെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യും. സോ ആ ഒരു ഇതുള്ളതുകൊണ്ട് അത് ഒരു നോർമൽ ഇമോഷൻസിൽ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു മീനിങ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലൈസേഷൻ ചെയ്യുന്നത്. ലോവർ കേസ് എവ്രിതിങ് ഈക്വലായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ മീനിങ്ങും കാര്യങ്ങളൊന്നും അതിന് വരുന്നില്ല. നോർമലി അവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മീനിങ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് നോർമലൈസേഷൻ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്റ്റോപ്പ് വേർഡ് റിമൂവൽ എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റോപ്പ് വേർഡ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ട്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് ഇരുന്ന് കേൾക്കുകയാണ്, ഷോർട്ട് നോട്ട്സ് എടുക്കില്ലേ നമ്മൾ, അതേപോലെ അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള മീനിങ് മാത്രം ഫോക്കസ് ചെയ്യാനാണ് സ്റ്റോപ്പ് വേർഡ് റിമൂവൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ആ സ്ട്രൈപ്ഡ്, ക്യാറ്റ്സ്, റണ്ണിങ് ക്വിക്ക്ലി ആൻഡ് ഗാർഡൻസ്, ബാക്കി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയും. ഇത് ഒരു കളക്ഷൻ ഉണ്ട് സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലുള്ള വേർഡ്സ് ഈ ഒരു സെൻറ്റൻസസ് എന്ത് സെൻറ്റൻസ് ആണോ കൊടുക്കുന്നത് അതൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളക്ഷൻ ഉണ്ടാവും. ആ ഇതുമായിട്ട് നമ്മൾ മാച്ച് ചെയ്തിട്ട് റിമൂവ് ചെയ്യില്ലേ. അപ്പോൾ അതിലില്ലാത്ത സംഭവങ്ങൾ നമുക്ക് എടുക്കാം. ഉള്ള സംഭവങ്ങൾ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് വേർഡ്സ് ആയിരിക്കും. ഫില്ലർ വേർഡ്സ്, സ്റ്റോപ്പ് വേർഡ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അതാണ് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെമ്മിങ് അല്ലെങ്കിൽ ലെമറ്റൈസേഷൻ എന്ന് പറയും. ആ ഒരു സെൻറ്റൻസിൻ്റെ ആ ഒരു കോറായിട്ടുള്ള മീനിങ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു വേർഡ്സിൻ്റെ റൂട്ട് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരിക. ഓക്കെ, റൂട്ട് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രൈപ്ഡ് ആൻഡ് സ്ട്രൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടെൻസും ഫോർമാറ്റും ഒക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഫോർമാറ്റ് ചേഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ബേസിക് ഫോമിലേക്ക് അതിനെ കൊണ്ടുവരും. ഓക്കെ, അതാണ് സ്റ്റെമ്മിങ് അല്ലെങ്കിൽ ലെമറ്റൈസേഷൻ എന്ന് പറയുന്നത്. സോ 4 സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന പോലത്തെ ഇതൊക്കെ തന്നെയാണ്. ഇതാണ് NLPയുടെ ഒരു പൈപ്പ് ലൈൻ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇതിൻ്റെ കുറച്ചുകൂടി ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് LLMs എന്ന് പറയുന്നത്. അവിടെ ടോക്കണൈസേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. ലൈക്ക് ഓരോ മോഡൽസ് ഉണ്ടാവില്ലേ, ഇപ്പോൾ GPT, ക്ലൗഡ്, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ടല്ലോ. സോ ഓരോന്നിലും ഇപ്പോൾ ഇതിൽ ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വേർഡ്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളൂ. ഇപ്പോൾ ചില LLM മോഡൽസിൽ ഇപ്പോൾ റണ്ണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡില്ലേ, അത് റണ്ണെന്ന് എടുക്കും ആൻഡ് ING എന്നുള്ള ഒരു ഫോർമാറ്റ് വേറെ ആയിട്ടും എടുക്കും. സോ അത് മോഡൽസിനനുസരിച്ച് അങ്ങനെ ചേഞ്ച് ചെയ്യും. LLMഉം NLPയും ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ NLPയുടെ ഹെൽപ്പ് കൊണ്ടാണ് LLM ഇവോൾവ് ചെയ്ത് വന്നത്. കാരണം അതിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ NLP പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഇത് മോസ്റ്റ്ലി വേർഡ്സ് അല്ലെങ്കിൽ ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാനാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് 1-2 അൽഗോരിതംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. TF-IDF, വെക്ടർ ഗ്ലോവ് എന്നൊക്കെ വേർഡ് ടു വെക്ക് ഗ്ലോവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്, ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇതിൽ ടേം ഫ്രീക്വൻസി എന്ന് പറയും. ടേം ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡോക്യുമെൻറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എത്ര എണ്ണം ഉണ്ട്. ആൻഡ് ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ ഇപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ വന്നു ആൻഡ് നെക്സ്റ്റ് ഒരു ഡോക്യുമെൻറ്റിൽ വരിക എന്നുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് വരുന്ന വേർഡാണ്. സോ ആ യൂണീക്ക് ആയിട്ടുള്ള വേർഡ്സിൻ്റെയും ആ ഒരു നോൺ യൂണീക്ക് ആയിട്ടുള്ള വേർഡ്സിൻ്റെയും വെയിറ്റ് എന്തോരം ഉണ്ട് എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് TF-IDF എന്ന് പറഞ്ഞിട്ടുള്ള അൽഗോരിതത്തിൽ. സോ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തെ കാണുന്നില്ല അല്ലേ? ഓക്കെ, ഇതിൻ്റെ വെയ്റ്റ്സ് ആണ് അത് എടുക്കുന്നത്. അതായത് ടേം ഫ്രീക്വൻസി ആ ഒരു ടേം എത്ര വട്ടം അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ വെയിറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. ആൻഡ് IDF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് എന്തോരം വരുന്നുണ്ട്. ഇവിടെ എല്ലാം ഒരു 525ഉം ഇവിടെ ഒരു 420ഉം വരുന്നില്ലേ. സോ അതിൻ്റെ ഒരു പ്രയോറിറ്റി വെയിറ്റ് ഫ്രീക്വൻസി കുറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഒരു 420 വരുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻ
ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാറ്റ്, കിറ്റൺ, ഡോഗ്, പപ്പി, ഇത് ആനിമൽ ഇതിലുള്ള കുറച്ച് ടേംസാണ്. ആൻഡ് ഇവിടെ വരുമ്പോൾ മാന്, വുമൺ, പ്രിൻസ്, കിങ്, പ്രിൻസസ്, ക്വീന്. സോ ഹ്യൂമൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇവിടെ കുറച്ച് കൺട്രീസിൻ്റെതോ പ്ലേസസിൻ്റെ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മൂന്നും സെപ്പറേറ്റ് ആണ്. ഓക്കെ, മൂന്നും സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത് നിൽക്കേണ്ട സംഭവങ്ങളില്ലേ, ഒരേ മീനിങ് വരുന്ന വേർഡ്സ്, അതിപ്പോൾ ഒരു ഹൈ ഡയമെൻഷണൽ സ്പേസിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്ന വേർഡ്സ്, ഇപ്പോൾ ക്യാറ്റും കിറ്റണും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന വേർഡ്സ് ആണല്ലോ. ക്യാറ്റിൻ്റെ എങ്ങനെ അപ്പോൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അടുത്തടുത്ത് നിൽക്കും. സ്റ്റിൽ മാൻ ആൻഡ് വുമണും ഈ ഒരു കിങ്, പ്രിൻസസ്, ക്വീൻ എന്നുള്ളത് റിലേറ്റഡ് ആണ്, പക്ഷെ കുറച്ച് വിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻസ് ആണ് അവിടെ നിന്ന് നോക്കേണ്ടത്. ഇത് കിങ് മൈനസ് മാൻ പ്ലസ് വുമൺ ഈക്വൽ ടു ക്വീൻ എന്നുള്ളത് എന്ന് വെച്ചാൽ ഇതിൽ കണക്ഷൻ ഉണ്ട്. കിങ് മൈനസ് മാൻ പ്ലസ് വുമൺ, ഇതിൽ കിങ് എന്നുള്ളതെന്ന് മാൻ ഒഴിവാക്കുന്നു ആൻഡ് പ്ലസ് വുമൺ എന്നുള്ളത് ആഡ് ചെയ്യുന്നു. സോ കിങ് എന്നുള്ള ഒരു ടേമിൻ്റെ കൂടെ ഒരു വുമണിനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്യൂൻ അപ്രോക്സിമേറ്റ്ലി ക്യൂൻ എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. മാൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ കിങ് എന്നുള്ള ഒരു ഫോം ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടേക്ക് ഒരു വിമൺ എന്നുള്ള ഒരു ഇത് കൊണ്ടുവരികയാണ്. അപ്പോൾ കിങ്ങിൻ്റെ കൂടെ ആ വിമൺ എന്നുള്ളത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യൂൻ എന്നുള്ള ഫോർമാറ്റ് വരും. ഓക്കെ, ദ ഡയറക്ഷൻ ഫ്രം മാൻ ടു വുമൺ, ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ ടേൺസ് ഔട്ട് ടു ബി ഓൾമോസ്റ്റ് ദ സെയിം ഡയറക്ഷൻ ആസ് കിങ് ടു ക്യൂൻ. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയതുകൊണ്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഇതിൻ്റെ മീനിങ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് ഈ ഒരു വേർഡ് ടു വെക്ക് ആൻഡ് ഗ്ലോ. ലേൺ ടു പ്ലേസ് വേർഡ്സ് ദാറ്റ് അപ്പിയർ ഇൻ സിമിലർ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് സെമാൻറ്റിക് എന്നും പറയും. ഈ ഒരു സംഭവം തന്നെയാണ് LLMസിൽ വെക്ടർ ഡാറ്റാബേസസിൽ യൂസ് ചെയ്യുന്നത്. സെമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയും. അതായത് ഇപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവില്ലേ, ഇപ്പോൾ ക്യാറ്റിൻ്റെ അടുത്ത് തന്നെ വരുന്ന ഒരു ടേമാണ് കിറ്റ് എന്നുള്ളത്, ആൻഡ് മാൻ്റെ അടുത്ത് തന്നെ വരുന്ന ഒരു ടേമാണ് വിമൺ എന്നുള്ളത്. സോ ഇതിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ടേംസാണ്. സോ ഈ അടുത്തടുത്ത് വരുന്ന വേർഡ്സിനൊക്കെ സിമിലർ കോണ്ടെക്സ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും. അതാണ് സെമാൻറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഇത് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് വേർഡ് എംബഡിങ്സ് ആയിട്ടാണ്. വേർഡ് എംബഡിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു ടോക്കൺസ് ഒക്കെ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു ആ ന്യൂമറിക്കൽ വാല്യൂവിൽ. അതൊരു ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുക, വെക്ടർ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്യാറ്റും കിറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാറ്റ് ഫാമിലിയിൽ വരുന്നതാണ് ലിയോപ്പാർഡ്, ജാഗർ, ലയൺസ്, ഇതൊക്കെ വരുന്നത് ആ ഒരു ക്യാറ്റ് ഫാമിലിയിൽ വരുന്നതാണ്, ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത്. എല്ലാം ഡിഫറെൻറ്റ് സൈസ് ഉണ്ടെന്നുള്ളൂ. സോ അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ മാത്രമല്ല. ഇപ്പോൾ ലിയോപ്പാർഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഉണ്ട്, ജാഗോർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്. സോ ഇതൊക്കെയും റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇതിനൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹൈ ഡയമെൻഷണൽ സ്പേസ് വേണ്ടി വരും. നമ്മളിപ്പോൾ റൂബിക്സ് ക്യൂബ് കണ്ടിട്ടില്ലേ? റൂബിക്സ് ക്യൂബിൽ ഇപ്പം അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ 3 റെഡ്, 3 പച്ച, താഴോട്ടും 3, അങ്ങനെ ഡയഗണൽസും ഇതൊക്കെ ഉണ്ടാവില്ലേ? സെയിം ഒരു രീതിയിൽ നമുക്ക് ഹൈ ഡയമെൻഷണൽ സ്പേസിൽ ഈ ഓരോ വേർഡിന് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേർഡ്സ് അടുത്തടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റും. മാക്സിമം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു 2 ഡയമെൻഷനാണ് ഡാറ്റ എടുക്കുന്നത്. പക്ഷേ ഇതിൽ മാക്സിമം എന്ന് പറയുന്നത് 512 ഡയമെൻഷൻസ് വരെ ഇതിനെ ആഡ് ചെയ്യാം. വേർഡ്സ് അങ്ങനെ ഓരോ ഡയറക്ഷനിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ക്യാറ്റെന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ കിറ്റൺ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ക്യാറ്റ് എന്നുള്ള ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ ഇൻ കേസ് ജാഗോർന്നോ ലിയോപ്പാർഡെന്നോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ്. സോ ഇനി ഇവിടെ നിന്ന് ലിയോപ്പാർഡിന്ന് വേറെ ടൈപ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെലിഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലിയാണ് ബയോളജിയിൽ.
അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് പോകുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് അല്ല, അടുത്തടുത്ത് അങ്ങനെ തന്നെ ഒരു മാക്സിമം 5-12 ഡയമെൻഷൻസ് വരെ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ കൊടുത്തേക്കണ ദിസ് ഡെൻസ് വെക്ടർ ടിപ്പിക്കലി 100 to 300 dimensions became the foundational input layer for nearly every neural NLP model that's followed, replacing sparse and meaningless one-hot words ideas. സോ അതിൽ ഈ ഒരു സ്റ്റോർ ചെയ്ത ആ ഒരു പ്ലേസിൽ നിന്നാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് തന്നെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഡീപ്പ് ലേണിംഗൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള യൂസേജസ് കാണും. വാനില RNN ആൻഡ് LSTM എന്ന് പറയുന്നത്. വാനില RNN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയും. ഇതിൽ മെമ്മറി ഉണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു മെമ്മറി ഫെയ്ഡ് ചെയ്യും. മെമ്മറി ഫെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് ടോട്ടലായിട്ട് തരികയാണ്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് ടോട്ടലായിട്ട് തരികയാണ്. ആൻഡ് എക്സ്ട്രീം മെമ്മറി പവറുള്ള ആൾക്കാർക്കല്ലേ ഒരു വലിയ സെൻറ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വേർഡ് പോലും മിസ്സാക്കാണ്ട് ടോട്ടലി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ ഒരു RNNസിൻ്റെ കാര്യം. അത് കുറേ വേർഡ്സ് കുറച്ച് കഴിയുമ്പോൾ പുതിയത് കേൾക്കുമ്പോൾ ഈ ഷോർട്ട് ടൈം മെമ്മറി പോലെ അത് മറന്നു പോകും, ലൈക്ക് ഫെയ്ഡ് ചെയ്തു പോകും. ഓക്കെ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് LSTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് കൊണ്ടുവന്നിരുന്നത്. LSTM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ഷോർട്ട് ടൈം മെമ്മറി എന്നാണ്. ഇതിൽ ഗേറ്റ്സ് ഇല്ലേ, യൂണിവേഴ്സൽ ഗേറ്റ്സ്, ആൻഡ് നോട്ട് അങ്ങനെയൊക്കെയുള്ള ഗേറ്റ്സ്. സോ ഇതിൽ ഏതാണ് ഓർമ്മ വെക്കേണ്ടത്, ഏതാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഗേറ്റ്സ് വഴി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു, ഇപ്പോൾ ഗേറ്റ്സിൽ നേരത്തെ ആ ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിൻ്റെ ഒരു വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ, 0.5. ആ ഒരു വാല്യൂസ് നോക്കിയിട്ട് ഏതൊക്കെയാണ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ അതിന് പറ്റും. ഈ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ആൻഡ് നോട്ടൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഏതാണ് റിമെമ്പർ ചെയ്യേണ്ടത്, ഏതാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് അതിനൊരു ഐഡിയ ഉണ്ടാവും. ആൻഡ് അറ്റൻഷൻ റെവല്യൂഷൻ നെക്സ്റ്റ് ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരുന്നു. ഒരു ഈ LLMസിൻ്റെ ഫോർമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തൊരു റിസർച്ച് പേപ്പർ ഉണ്ട്, അറ്റൻഷൻ ആൾ യു നീഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഈ മെമ്മറി കപ്പാസിറ്റി ആഡ് ചെയ്തതോടുകൂടി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് വേർഡ്സ് അത് ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള രീതിയിലൊക്കെ ഇത് ഇവോൾവ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് നമുക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ വേർഡ്സും നമ്മൾ വേർഡ് ബൈ വേർഡ് റിമെമ്പർ ചെയ്യണമെന്നില്ല ഈ മെഷീൻസ്. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അവിടെ നിന്നാണ് വർക്ക് ചെയ്യേണ്ടത്. സോ ഇതാണ് ആ ഒരു അറ്റൻഷൻ റെവല്യൂഷൻ്റെ ബേസ് എന്ന് പറയും. ഇൻസ്റ്റെഡ് ഓഫ് കംപ്രസിങ് ആൻ എൻറ്റയർ സെൻറ്റൻസ് ഇൻ ടു വൺ മെമ്മറി വെക്ടർ, attention lets every word look directly at every other word and decide how much each one matters. സോ ഇത് വേർഡ് ബൈ വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് ഏത് വേർഡ്സൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അത് തന്നെ തീരുമാനിക്കുക. അതാണ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ഇവിടെ നിന്ന് ഇമ്പ്രൂവ് ചെയ്ത് വന്നാണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ. ട്രാൻസ്ഫോമേഴ്സിലാണ് LLMs ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോമേഴ്സും NLP തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NLP ഈ ഒരു ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിരുന്നു. ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്നുള്ളത് ആ ഒരു LLMs എന്നുള്ള കൺസെപ്റ്റിൻ്റെ എന്താണ്, ഇത് ഓൾറെഡി എടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് ജനറേറ്റീവ് AI എടുക്കാനുള്ളതാണ്, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവണം. സോ ഇതിൽ ഈ ഒരു ആർക്കിടെക്ചറിൽ 2 ടൈപ്പാണ് ഉള്ളത്, എൻകോഡറും ഡീകോഡറും. ഓക്കെ, ചിലതിൽ ഈ ഒരു എൻകോഡിങ് ടൈപ്പ് മാത്രം അല്ലെങ്കിൽ ഡീകോഡിങ് ടൈപ്പ് മാത്രമാണുള്ളത്, അങ്ങനത്തെ മോഡൽസും ഉണ്ട്. ഓക്കെ, എൻകോഡർ എക്സാമ്പിൾ BERT trained via masked language modeling, random words are hidden and the model must guess them using context from both sides. This produces rich whole sentence understanding, ideal for classification, search and extracting meaning. ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ടേം യൂസ് ചെയ്തായിരുന്നില്ലേ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ.
കാറ്റഗറീസ് ക്ലാസിഫൈ ചെയ്യാൻ. അതേപോലെ തന്നെ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടും ഒരു ടേം ഉണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് ക്ലാസിഫൈ ചെയ്ത് വെക്കുക, അങ്ങനത്തെയൊക്കെയാണ് ഒരു ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡീകോഡർ എക്സാമ്പിൾ GPT എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഉണ്ടല്ലോ. GPT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എയുടെ GPT അല്ല, ഇത് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. ഓപ്പൺ എയുടെ തന്നെയാണ്, അവരാണത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ജനറേറ്റീവ് പെർഫോമൻസ് ട്രാൻസ്ഫോമർ സംതിങ് ലൈക്ക്, അതാണ് ഫുൾ ഫോം അതിൻ്റെ. ട്രെയിൻഡ് ടു പ്രെഡിക്റ്റ് ദ നെക്സ്റ്റ് വേർഡ് ഗിവൺ എവറിത്തിങ് ബിഫോർ ഇറ്റ്. Stack enough of these predictions and you get fluent open-ended generation, ideal for writing, chat and reasoning. So ഇതാണ് LLMസിൻ്റെ ഒരു ബേസ് ആയിട്ട് വന്നിരുന്നത്. ആൻഡ് നെക്സ്റ്റ് വേർഡ് പ്രൊഡിക്ഷനാണ് അവിടെ നടക്കുന്നത്. ആ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, എന്നിട്ട് വേർഡ് ബൈ വേർഡ് ഈ ടോക്കൺസ് ഉണ്ടാവുമല്ലോ, ടോക്കൺസ് മാച്ച് ചെയ്തിട്ട് അവിടെ പ്രൊഡിക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ടോക്കൺസ് ഇപ്പോൾ പ്ലേ എന്നുള്ള ഇപ്പം ഹൂ ഇസ് ദ വിന്നർ ഓഫ് 2026 വേൾഡ് ഫൈനലിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഒരു വേർഡ്സിനൊക്കെ ന്യൂമറിക്കലിലേക്ക് കൺവേർട്ട് ചെയ്യും, ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വെബിൽ നിന്ന് റാഗ് യൂസ് ചെയ്തിട്ട് എടുക്കും. കാരണം ഈ മോഡൽസ് ഓൾറെഡി പ്രീ ട്രെയിൻഡ് ആണ്. പ്രീ ട്രെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു നോളജ് കട്ട് ഓഫ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ക്ലൗഡയുടെ ഒരു മോഡൽ ഇറങ്ങിയിട്ട്, ഇപ്പോൾ ഫാബിൾ 5 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാർച്ച് സംതിങ് ആണ് അതിൻ്റെ നോളജ് കട്ട് ഓഫ് റേറ്റ്. അതിനെ ഓൾറെഡി ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഡേറ്റ് വരെയുള്ള ഡാറ്റ ടോട്ടലി കൊടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന് വളരെ റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ടൈം കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്ര പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം മാർച്ച് വരെയുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ജൂലൈ ആണ്. അപ്പോൾ ആ ഒരു ജൂലൈയിലെ ഡാറ്റ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റും, അത് ഹാലുസിനേറ്റ് ആവും. അതുകൊണ്ട് ഇത് ടുഡേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വെബിൽ നിന്ന് എടുത്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. LLMs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ആൻസർ ചെയ്യാനും ആൻഡ് റൈറ്റിങ്ങിനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച ഡാറ്റ വേറൊരു ഫോർമാറ്റിലാക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണോ അതിനനുസരിച്ചിട്ട് ഇത് റൈറ്റ് ചെയ്ത് തരുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അതാണ് LLMs ചെയ്യുന്നത്. സോ പുതിയ ഡാറ്റയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെബിൽ നിന്ന് റാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്, അത് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് ആൻസർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അതിന് അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സോഴ്സ് ചെയ്യണം, സോഴ്സ് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് എൻകോഡർ T5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്ചർ, എൻകോഡർ ഡീകോഡർ T5 ഒറിജിനൽ ട്രാൻസ്ഫോമർ. എൻകോഡർ റീഡ്സ് ദ സോഴ്സ് ഫുള്ളി, ഡീകോഡർ ജനറേറ്റ്സ് ദ ടാർഗറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതാണ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്നുള്ളതിൽ. ആൻഡ് എൻകോഡർ എന്നുള്ള പാർട്ട് ആ ഒരു സോഴ്സ് നമ്മൾ കൊടുക്കുന്ന കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പ്രോംപ്റ്റാണ് കൊടുക്കണമെങ്കിൽ പ്രോംപ്റ്റിൽ ചിലപ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യും, ഇമേജൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ PDF ഒക്കെ കൊടുത്തിട്ട് ചോദിക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻ. സോ അത് ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എൻകോഡർ എന്നുള്ള ടൈപ്പിൻ്റെ ആ ഒരു ഗോള്. ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കൺ ബൈ ടോക്കൺ. നെക്സ്റ്റ് വേർഡ് പ്രൊഡിക്ഷനാണ് എല്ലാ LLMസിലും നടക്കുന്നത്. ഇപ്പോൾ ക്ലൗഡ് ആയാലും GPT ആയാലും ജെമിനി ആയാലും ഏത് ടൈപ്പ് ആയാലും അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വേർഡാണ്. നെക്സ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് ഇപ്പോൾ കുറച്ചുകൂടി അത് സ്പീഡപ്പ് ആയിട്ടുണ്ട്. ആൻഡ് സ്ട്രീമിംഗ് എന്ന് പറയും. സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്ര ടോക്കൺസ് പെർ സെക്കൻഡാണ് അത് ജനറേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫുള്ള് റെസ്പോൺസ് ഒറ്റയടിക്ക് വരുന്നത് റെയർലി ചില മോഡൽസിലല്ലേ കാണുള്ളൂ. ഇപ്പോൾ ക്ലൗഡ് ആണെന്നുണ്ടെങ്കിലും കോഡൊക്കെ എഴുതുക എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ ചെയ്യുന്നത്. അത് ഫുള്ള് നമ്മൾ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ എടുത്ത് തരുന്നില്ലല്ലോ. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇത് ജനറേറ്റ് ചെയ്ത് തരുന്നത്. ആ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട്
അതിൻ്റെ ആ ഒരു പാറ്റേൺ മാച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ചെയ്യാൻ തുടങ്ങും. കുറച്ച് ടൈം എടുക്കൂലേ? ആ അതാണ്. അപ്പോൾ ഈ ഒരു സംഭവം ആ ഒരു ആൻസർ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോഡാണ് അത് റൈറ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനാണ് അത് എഴുതുക. അങ്ങനെ കോഡ് ടോട്ടലി ജനറേറ്റ് ചെയ്ത് തരില്ല. ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ല കുറച്ച് ടാസ്ക് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തിങ്കിങ് എഫേർട്ടൊക്കെ കൊടുക്കില്ലേ, മാത്സ് ഹൈ മീഡിയം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലൗഡിൽ ഇല്ലേ? ആ അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് അതിൽ ആ ഒരു തിങ്കിങ് എന്നുള്ളത് ആക്ച്വലി ഈ മാച്ചിങ് ആണ് നടക്കുന്നത്. മാച്ചിങ്ങും റീസണിങ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, റീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത കോണ്ടെക്സ്റ്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മാച്ച് ചെയ്യണത്. ആക്ച്വലി അതിന് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഈ ടോക്കൺ വൈസ് അത് മാച്ച് ചെയ്തിട്ട് അതുകൊണ്ടാണ് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നേരത്തെ ഇത് ഭയങ്കരമായിട്ട് ഹാലുസിനേറ്റ് ചെയ്തായിരുന്നില്ലേ? അതായത് ഇപ്പോൾ ഒക്കെ കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യം ഈ LLMs ഇറങ്ങിയ ടൈമിലൊക്കെ അത് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ സ്ട്രോബെറിയിൽ എത്ര ആറുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില മോഡൽസ് കറക്റ്റ് പറയും, ചില മോഡൽസ് തെറ്റിച്ച് പറയും. അതൊക്കെ ഈ ഒരു മാച്ചിങ് നടക്കണോണ്ടായിരുന്നു. അതിന് എക്സാക്ട്ലി അതിൻ്റെ മീനിങ് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. ദെൻ സോ ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. എൻകോഡർ ഡീകോഡർ. എൻകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ആ ഒരു മീനിങ്ങും കോണ്ടെക്സ്റ്റും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ആൻഡ് ഡീകോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെയാണോ? ഇതിൽ ചിലതിൽ ഡീകോഡർ പാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡീകോഡർ പാർട്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ജനറേറ്റിംഗ് മാത്രമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവിടെ the encoder builds a full understanding of the input. Example, French sentence. The decoder generates the output. Example, English. In English, one token at a time, constantly looking back the encoder's representation via cross attention. So ഇതാണ് ക്രോസ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ക്രോസ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻകോഡർ മാച്ച് ചെയ്ത അതേ കോണ്ടെക്സ്റ്റ് ആണോ ഡീകോഡർ ബിൽഡ് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യും. അതിൻ്റെ അക്യുറസിക്ക് വേണ്ടിയിട്ട് എൻകോഡർ ആണല്ലോ ഈ ഒരു ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രോംപ്റ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എൻകോഡറാണ്. ആൻഡ് ഡീകോഡർ അത് ജനറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ ഈ ക്രോസ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മെത്തേഡാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ക്രോസ് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനറേറ്റ് ചെയ്യുന്ന പാർട്ട് ആക്ച്വലി ഈ എൻകോഡർ പാർട്ടിൻ്റെ ആ ഒരു ഫൈൻഡിങ്സുമായിട്ട് റിലേറ്റഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. കാരണം എൻകോഡർ ആണല്ലോ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കണേ. സോ ഇത് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചില റെസ്പോൺസ് അത് റീറൈറ്റ് ചെയ്യണ കണ്ടിട്ടുണ്ടോ? GPT-യിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരം അത് ജനറേറ്റ് ചെയ്തിട്ട് തന്നെ കറക്റ്റ് ചെയ്യും. അത് നേരത്തെ ജനറേറ്റ് ചെയ്ത കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് എഗെയിൻ അത് കറക്റ്റ് ചെയ്യും. കാരണം അത് മാച്ച് ചെയ്യണില്ല എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. കാരണം റെസ്പോൺസ് അങ്ങനെ എൻകോഡർ പാർട്ടുമായിട്ട് മാച്ച് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യാം. ചില കേസസിൽ അത് സംഭവിക്കുള്ളൂ, ചിലപ്പോൾ വൺ ഷോട്ടിൽ അത് കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന അത് പ്രോംപ്റ്റിങ്ങിൻ്റെ വ്യത്യാസമുണ്ട്. ചില മോഡൽസിന് റീസണിങ് കപ്പാസിറ്റി കുറവായിരിക്കും, ഇങ്ങനെ തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിലും ഉണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില മോഡൽസ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആ ഒരു മീനിങ് ചാറ്റ് ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രഞ്ച് വേർഡ്, അതിന് ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അവിടെ നിന്ന് അത് കറക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് LLMs കുറച്ചുകൂടി
എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ പെർപ്ലെക്സിറ്റി എന്നൊക്കെ. അതിപ്പോൾ നോക്കണ്ടായിരുന്നു. പെർപ്ലെക്സിറ്റി എന്ന് പറഞ്ഞിട്ട് അത് മറ്റേ ഇവിടുത്തെ പെർപ്ലെക്സിറ്റി അല്ല കേട്ടോ, മറ്റേ ജനറേറ്റ് ചെയ്യുന്ന പെർപ്ലെക്സിറ്റി അല്ല. ഇതിൽ ഒരു നമ്മൾ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യില്ലേ, അതേപോലെ ഒരു പെർപ്ലെക്സിറ്റി ഉണ്ട്. പെർപ്ലെക്സിറ്റി, ടെമ്പറേച്ചർ, ഹെഡ് അറ്റൻഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. അതേപോലത്തെ ഒരു ഇതാണ്. മറ്റത് മറ്റേ GPT പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. ആൻഡ് ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്, NLP ഇൻ റിയൽ വേൾഡ്, സെർച്ച് എൻജിൻസിൽ, ഗൂഗിളിലൊക്കെ ഇല്ലേ, ഗൂഗിള് പെർപ്ലെക്സിറ്റി കൈൻഡ് ഓഫ് സെർച്ച് എൻജിനാണ്. ആൻഡ് വോയിസ് അസിസ്റ്റൻസിൽ, കാരണം NLP കൂടുതലായിട്ട് വരുന്നത് ഈ സിരി, അലക്സ അങ്ങനത്തെയൊക്കെ ഇതിലാണല്ലോ കൂടുതലും. നമ്മൾ പറയുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും വേണം, അതേപോലെ ജനറേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അതുകൊണ്ടാണ് വോയിസ് അസിസ്റ്റൻസിൽ. പിന്നെ മെഷീൻ ട്രാൻസ്ലേഷൻ, ഇപ്പോൾ വേർഡ്സിൻ്റെ ഇപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്പാം ആൻഡ് കോണ്ടന്റ് ഫിൽറ്റേഴ്സ്, നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ആ ഒരു ക്യാപിറ്റൽ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സ്പാം എന്ന് പറയുന്നത്, സ്പാമിന് കുറേ എന്താ പറയുക, സ്പാം ഐഡന്റിഫൈ ചെയ്യാൻ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് പറ്റും. അതായത് അതിൻ്റെ ടൈമിങ്, പിന്നെ ഈ സർട്ടൻ കീവേഡ്സ് യൂസ് ചെയ്യുക, അവർ ഫ്രീ, ഓഫർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കീവേഡ്സ് യൂസ് ചെയ്യും. ആൻഡ് പിന്നെ വരുന്നത് ഒന്ന് ഈ ക്യാപിറ്റൽ വേർഡ്സ് ആണ്. ക്യാപിറ്റൽ വേർഡ്സ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യും, കാരണം ഫോക്കസ് കൂടുതൽ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിൽ അസൈൻമെൻറ്റ്, ജോബ് മാർക്കറ്റ്, കംപ്ലൈൻസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണാം ഈ ഒരു ക്യാപിറ്റൽ ലെറ്ററിലുള്ള വേർഡ്സ് ആയിരിക്കും. നമ്മുടെ ഫോക്കസ് പെട്ടെന്ന് പോകുന്നത് ക്യാപിറ്റൽ ലെറ്ററിലുള്ള വേർഡ്സ് ആയിരിക്കും. മറ്റേ നമ്മൾ അത് കഴിഞ്ഞിട്ട് നാച്ചുറലി ഫോക്കസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സ്പാംസിൽ ചില വേർഡ്സ്, ഇപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട വേർഡ്സ് അവർ ക്യാപിറ്റലിൽ കൊടുക്കുന്നത്. ഓക്കെ, ചാറ്റ് ബോട്ട്സ് ആൻഡ് ഏജൻറ്റ്സ്. ചാറ്റ് ബോട്ട്സ്, LLMs അല്ലാത്ത ടൈപ്പ് ചാറ്റ് ബോട്ട്സ് ഉണ്ട്, അതിലും യൂസ് ചെയ്യും. ദെൻ റൈറ്റിംഗ് അസിസ്റ്റൻസിൽ ബ്രാൻഡ്, മാർക്കറ്റ് മോണിറ്ററിങ് ആൻഡ് ഡോക്യുമെൻറ്റ് സമ്മറൈസേഷൻ, ഇതിനൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയാസ് ആൻഡ് ഫെയർനെസ്, എറർ വരാൻ കുറേ ചാൻസ് ഉണ്ട്. ആൻഡ് ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് ഹാലുസിനേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എക്സ്ട്രീം കേസസ് ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ടോട്ടൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു LLMs സ്റ്റോപ്പ് ചെയ്യും. അത് കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ അതിലൊക്കെ ഹിറ്റ്ലർ എന്നുള്ള വേർഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കണ്ടിട്ടുണ്ടോ? ആൻഡ് ഈ ഒരു റിലേറ്റഡ് ടു ടെററിസം ആൻഡ് സം കൈൻഡ് ഓഫ് ചൈൽഡ് ആക്ടിവിറ്റീസ് ആൻഡ് അങ്ങനെ ഇല്ലീഗലായിട്ടുള്ള കുറേ സാധനങ്ങളില്ലേ, അതൊന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ തരില്ല. സോ അത് എയുടെ ഗാർഡ് റെയിൽസ് എന്ന് പറയും. ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടൻ റെസ്ട്രിക്ഷൻസ് വെച്ചേക്കാണ്. ഇന്ന കാര്യങ്ങൾ യൂസർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ളത്. ചിലർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എടുക്കുകയൊക്കെ ചെയ്യും. കാരണം ഇപ്പോൾ GPT-യിലാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ആ പ്രോംപ്റ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എടുക്കാനൊക്കെ പറ്റും. ഇപ്പോൾ ഓക്കെ, എക്സാമ്പിൾ ഇപ്പോൾ കൈൻഡ് ഓഫ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തരില്ല. അപ്പോൾ ചിലർ ജയിൽ ബ്രേക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് ആ ഒരു
പ്രോംപ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് നോർമലി ഒരു ക്വസ്റ്റ്യൻ പോലെ ആക്കിയിട്ട് ചോദിക്കും. അതായത് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ ഞാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ളത്. ഒരു ലീഗൽ ആക്ടിവിറ്റി അത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടതെന്ന്. അപ്പോൾ അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. നേരത്തെയൊക്കെ അത് ഡയറക്റ്റ്ലി അവിടെ ചെയ്യാണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആക്ച്വലി അത് നേരെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ വരുന്നതാണ്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. സോ അതാണ് ബയാസും ഫെയർനെസ്സും എന്ന് പറയുന്നുണ്ടെങ്കിൽ. ദെൻ ചലഞ്ച് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇപ്പോൾ ക്ലൗഡ് ക്യാൻ മേക്ക് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ടല്ലേ അതിൻ്റെ താഴെ. ക്ലൗഡ് ക്യാൻ മേക്ക് മിസ്റ്റേക്ക് ഓർ GPT can make mistake, പ്ലീസ് എൻഷുർ നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ടേം ഉണ്ടാവും. സോ അത് പറയുന്നത് ചില ടൈമിൽ ഇത് ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ച മോഡൽസ് ആണ്. ട്രെയിൻ ചെയ്ത് വെച്ച മോഡൽസ് ആയതുകൊണ്ട് അതിന് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു ട്രെയിൻ ഡാറ്റയായിട്ട് മാച്ച് ചെയ്തിട്ടായിരിക്കും ചില ടൈമിൽ ഇത് ആൻസർ വരുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ആൻസർ തരണമെന്നില്ല, ചിലപ്പോൾ അക്യുറേറ്റ് അല്ലാത്ത ആൻസേഴ്സും തരാം അത്. കാരണം അത് എപ്പോഴും ക്രിയേറ്റീവായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ ആൻസർ അല്ലേ വരണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് ടൈംസ് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ് വരുന്നത്. ആ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കും, പക്ഷേ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം സെറ്റ് ചെയ്യും. അത് സെറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. നമ്മളിപ്പോൾ ഒരു ചാറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. സെയിം ക്വസ്റ്റ്യൻ അടുത്ത ചാറ്റ് എടുത്തിട്ട് അടുത്തതിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാവും വരിക. അതാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സ് ഒക്കെ. ഇപ്പോൾ ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണ്, 0.9 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസർ ആയിരിക്കും. ഏറ്റവും ലോ ആണ് 0.1 0.2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി കുറഞ്ഞ ആൻസർ ആയിരിക്കും, ഒരു ജനറിക് ആൻസർ ആയിരിക്കും. ഇപ്പോൾ ആരാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വേർഡിങ്ങും കാര്യങ്ങളും ഡയറക്റ്റ് ഒരു ആൻസർ ആയിരിക്കും 0.1 വരുന്നത്. ഒരുപാട് അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എക്സാക്ട്ലി ഒരു ആൻസർ. പിന്നെ അതിനെ കസ്റ്റമൈസ് ചെയ്യാനും ഇതിനൊക്കെ പറ്റും. ഓക്കെ, സോ അതാണ് fluent output that is confidentially factually wrong. Mitigation, retrieval, augmented generation and grounding answers is verified source. And bias and models absorb the biases present in the training test. Mitigation, curated data sets, fairness evaluations and post-training alignment. And low resource languages എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ most progress concentrates on a handful of high resource languages. Mitigation, multilingual pre-training and community driven data collection. ഇതിൽ ചില ചെറിയ സ്മോൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് SLM എന്ന് പറയും. സോ അത് സെർട്ടൻ ടാസ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കോസ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ലെങ്ത്. ഇപ്പോൾ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ 1 million കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയും. കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലേ, ഒരു ലിമിറ്റ് ഇല്ലേ. അതായത് ചിലർക്ക് ഭയങ്കര ഹൈ മെമ്മറി പവറൊക്കെ ഉള്ളവർക്ക് ഒരു ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കുറേ ഭാഗം ഓർത്ത് വയ്ക്കാൻ പറ്റും വേർഡ് ബൈ വേർഡ്. ആൻഡ് ചിലർക്ക് നോർമലി അതിൻ്റെ ഒരു ബേസ് കിട്ടും, ഫുള്ള് വേർഡ്സ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡൽസിന് എന്തോരം ഡാറ്റ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡാറ്റ മീൻസ് മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാത്സിലൊരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിലല്ലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ, അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ഓക്കെ, അതാണ് അവിടെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത്. ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്രമാത്രം ഇൻഫർമേഷൻ അതിൻ്റെ മെമ്മറിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു നമുക്കിപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ മെമ്മറി ഫുള്ളായ എന്താ ഉണ്ടാവുക, സിസ്റ്റം ഹാങ് ആവും. ഇത് എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഹാലൂസിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നോർമൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡില്ലേ, അതായത് ഇല്ലാത്തത് ഉണ്ട് എന്നൊക്കെ പറയാം. ആ ഒരു ടൈപ്പിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത്. സോ ചില മോഡൽസിൽ അത് ആ ഒരു വിൻഡോ കോണ്ടെക്സ്റ്റ്
കോണ്ടെക്സ്റ്റ് വിൻഡോ റീസെറ്റ് ചെയ്തിട്ട് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ. ആൻഡ് ഇത് എവിടെയൊക്കെയാണ് NLP ഒരു 2026 ഇവോൾവ് ചെയ്യണമെന്നാണ്. വീഡിയോ ഒന്ന് ഇപ്പോൾ ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയില്ലേ എന്താണ് മെയിനായിട്ട് വരുന്ന ഒരു 3-4 പ്രോസസ്സാണ്. സ്റ്റോപ്പ് ബോർഡ്സ് റിമൂവൽ ആൻഡ് സ്റ്റെമ്മിങ് ലെമറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 3-4 ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ലേ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇത് ഈ ഒരു ഡാറ്റ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ കംപ്ലൈൻറ്റ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ലേ ഒരു കമ്പനീസുമായിട്ട്. സോ അത് യൂസ് ചെയ്തിട്ട് ഈ ഒരു NLP യൂസ് ചെയ്തെടുക്കുന്നതാണ്. ആൻഡ് ഈ സംഭവം ചിലപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. NLTK എന്ന് പറഞ്ഞിട്ടുള്ളത് മേ ബി ചിലപ്പോൾ അത് ക്രിയേറ്റ് ആവണില്ല എന്നുണ്ടെങ്കിൽ അനാക്കോണ്ട ഇൻസ്റ്റാൾ ചെയ്യിച്ചിട്ട് അതിൽ ചെയ്യിപ്പിക്കണം. ഇത് നോർമലി ആവുന്നുണ്ടോ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മറ്റേ ആ ഒരു നേരത്തെ യൂസ് ചെയ്തായിരുന്ന ഒരു കേർണൽ യൂസ് ചെയ്തപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ലേ, ഞാൻ പിന്നെ അനാക്കോണ്ട എഗെയിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു. ഓക്കെ. ഇതിലിപ്പോൾ വാർണിങ്സ് എന്നുള്ളത് ഇവിടെ വരുന്ന ഈ ഒരു ഡിപ്രിസിയേഷൻ വാർണിങ്സ് ആ ഒരു ടൈപ്പൊക്കെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ മാറ്റ്പ്ലോട്ട്ലിബിൻ്റെ സ്റ്റൈല് ggplot എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീം യൂസ് ചെയ്യുന്നു. ദെൻ സീബോണിൻ്റെ തീം വൈറ്റ് ഗ്രിഡ് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇമ്പോർട്ട് ഇതിൽ വരുന്ന ബാക്കിയുള്ള കുറച്ച് ടേംസാണ്. ഇമ്പോർട്ട് RE എന്ന് പറഞ്ഞിട്ടുണ്ട്. RE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻസ്. പൈത്തണിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? പൈത്തണിൽ റെഗുലർ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഈ വേർഡ്സ് നമ്പേഴ്സ് ഒക്കെ മാച്ച് ചെയ്യുന്നത്. ഇല്ല പൈത്തൺ ഞങ്ങൾക്ക് ബേസിക് കണ്ടിട്ടുണ്ടാവും. ബേസിക്സ് പൈത്തൺ എടുത്തിട്ടുണ്ട്, ഡീപ്പായിട്ട് പോയിട്ടില്ല. ഒരുപാട് ഡീപ്പായിട്ടില്ല. ഇല്ല ജസ്റ്റ് ഒരു 2 വീക്സിനകത്ത് 2 വീക്സ് അല്ല 1.5 വീക്ക് തീർന്നു. ഒരു വീക്കിൽ പൈത്തൺ കഴിഞ്ഞാ? 1.5 വീക്ക് കഴിച്ചിട്ട് പൈത്തൺ എടുത്തത്. അത് മാം ഞങ്ങൾക്ക് മറ്റേ WC സ്പോർട്സ് ഇല്ലേ, അതിനകത്ത് റെഫർ ചെയ്ത് സെൽഫായിട്ട് ഞങ്ങൾ സെൽഫായിട്ട് ഓടിക്കാം. ആരെടുത്തെ? മനീഷ മാം. ഓക്കെ. സോ റെഗുലർ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൽ കുറച്ച് വേർഡ്സും ക്യാരക്ടേഴ്സും ഒക്കെ കാണുന്നില്ലേ? സ്റ്റാർട്ട് ഓഫ് സ്ട്രിങ് A to Z എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്മോൾ ലെറ്റർ കാണുന്നില്ലേ? A to Z. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പാറ്റേൺ മാച്ച് അത് സ്മോൾ ലെറ്റർ മാച്ച് ചെയ്യുന്നത്. അടുത്തത് A to Z എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാച്ച് ചെയ്യുന്നത്. ആൻഡ് 0 to 9 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ആൻഡ് അണ്ടർസ്കോർ ഹൈഫൺ പ്ലസ് സ്ലാഷ് ഡോട്ട് ആൻഡ് പിന്നെ ഫോർമാറ്റ്സ് JPG PNG GIF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ്സ് ഇല്ലേ? പക്ഷെ ഇതിൽ പിന്നെ ഇവിടെ താഴത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ്സ് പിന്നെ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഈ ഒരു വേർഡ് മാച്ചിങ് നടത്താൻ പറ്റും. അതാണ് റെഗുലർ എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആക്ച്വലി ഒരു മാച്ചിങ് ആണ്. ഇപ്പോൾ ഇതിലിപ്പോൾ കൊടുക്കുന്നത് സർട്ടൻ വേർഡ്സ് ആണ് മാച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാറ്റ് എന്നുള്ള വേർഡ് സ്മോൾ ലെറ്റർ നമ്മൾ കൊടുത്ത സെൻറ്റൻസിലുണ്ട്. അപ്പോൾ അത് മാച്ച് ചെയ്ത് തരാൻ പറഞ്ഞിട്ടാണ് നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ്സ് എ ക്യാരക്ടർ 0 or more times. സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് ആണ് സ്ട്രിങ്, വൈറ്റ് സ്പേസ്, മാച്ചസ് എനി ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇത് ബിഗിനിങ് ഓഫ് എ ലൈനിൽ ഉണ്ടോ ചെക്ക് ചെയ്യാൻ,
എൻഡ് ഓഫ് ദ ലൈനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂസ് കേസസ് ആണ് ഇതിന് യൂസ് ചെയ്യുക. നമ്മൾ ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻസ് ഇല്ലേ, ഇതെങ്ങനെ ഫോർമാറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇതും NLP യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു പാറ്റേൺസ് മാച്ച് ചെയ്യാനൊക്കെ. ഓക്കെ, ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ A to Z 0 to 9 എന്ന് പറയുന്നത്. കാരണം നമുക്ക് കൂടുതലും വരുന്നത് ഈ ഒരു ഫോർമാറ്റിലുള്ള ഈ ഒരു നമ്പേഴ്സ് ആൻഡ് ലെറ്റേഴ്സ് ആയിരിക്കും കൂടുതലും ഡാറ്റ സെറ്റിൽ വരുന്നത്. ഡാറ്റ സെറ്റ് യൂസ് ചെയ്യുന്നത് ആ ഒരു ടേബിൾ ഫോർമാറ്റ് തന്നെയാണ്, അതിൽ ആവശ്യമുള്ള പാർട്ട് മാത്രം നമ്മൾ എടുത്ത് യൂസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ആൻഡ് ഡീപ്പായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെറ്റിൽ പോയി നോക്കിയാൽ മതി. കോമൺ ആയിട്ട് ഇതൊക്കെയാണ് യൂസ് ചെയ്യുക. ആൻഡ് പൈപ്പ്, എനി ക്യാരക്ടർ എക്സെപ്റ്റ് ഫോർ ദോസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ഇൻ ദി ബ്രാക്കറ്റ്, ആൻഡ് ഓറ് അങ്ങനത്തെ ഒക്കെ ടേംസ് ഇല്ലേ, ഓറ് പ്ലസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ദ പ്രീവിയസ് എക്സ്പ്രഷൻ 0 or more ടൈംസ്, ഗ്രീഡി മോഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് യൂസ് കേസസ് ആണ് ഉണ്ടാവുക. ഇതാണ് റെഗുലർ എക്സ്പ്രഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ട് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് പങ്ക്ച്വേഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ന്യൂമറിക്കലും സ്ട്രിങ്ങും ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുക. ആൻഡ് ഈ ഒരു റെഗുലർ എക്സ്പ്രഷൻസിൻ്റെ കൂടെ സ്ട്രിങ് കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പങ്ക്ച്വേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, മൈനസ്, ഹൈഫൺ അങ്ങനത്തെ ഒക്കെ ടേംസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊരു സ്ട്രിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് നിന്ന് അത് മാച്ച് ചെയ്യാൻ പറ്റും. എൻഡ് ഓഫ് ദി ലൈൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ സ്ട്രിങ്ങിൽ ഇൻഡെക്സിങ് വെച്ചിട്ട് നമ്മൾ ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്യില്ലേ, എന്നിട്ട് അവിടെ ഒരു വേർഡ് ഉണ്ടോ ഇല്ലയോ എന്നിപ്പോൾ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ട് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടോ? ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ട്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഫ്രം NLTK ഡോട്ട് കോർപ്പസ് ഇമ്പോർട്ട് സ്റ്റോപ്പ് വേർഡ്സ്. നേരത്തെ പറഞ്ഞ ഒരു സ്റ്റോപ്പ് വേർഡ്സ് ഇല്ലേ, ദ ആൻഡ് ഫില്ലർ വേർഡ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു സ്ഥലത്തുനിന്ന് ഓൾറെഡി സ്റ്റോപ്പ് വേർഡ്സ് ഉണ്ടാവും, അതിലില്ലാത്ത സംഭവങ്ങൾ മാത്രം എടുക്കും എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് യൂസ് ചെയ്യുന്നത്. NLTK ഡോട്ട് കോർപ്പസ് ഇമ്പോർട്ട് സ്റ്റോപ്പ് വേർഡ്സ്. ഇതാണ് NLTK stop words are predefined list of common words in English such as the is and that are often filtered out in a natural language processing task to improve text analysis. You can access this list using the command stopwords എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഒരു സ്റ്റോപ്പ് വേർഡ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. കോഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ ഈ ഒരു വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് നോർമലി. ഓക്കെ, ഇങ്ങനത്തെ ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ വേർഡ് നെറ്റ് ലെമറ്റൈസർ എന്ന് പറഞ്ഞില്ലേ, ലെമറ്റൈസേഷൻ അല്ലെങ്കിൽ സ്റ്റെമ്മിങ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതായത് റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ റണ്ണിങ് എന്നുണ്ടെങ്കിൽ റണ്ണ് എന്നുള്ള എടുക്കുക, ING സെപ്പറേറ്റ് ചെയ്യുക, റണ്ണ് എന്നുള്ളതായിരിക്കും. ആൻഡ് പ്ലേയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ എന്ന് മാത്രമുള്ള കൊടുക്കും, ആ ഒരു ബാക്കിയുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെ റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരാനാണ് NLTK ഡോട്ട് സ്റ്റെം എന്നുള്ളതിന് വേർഡ് നെറ്റ് ലെമറ്റൈസർ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം NLTK ഡോട്ട് ടോക്കണൈസ്. ടോക്കണൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ്സിനെ ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, സ്പ്ലിറ്റ് ചെയ്തിട്ട്.
അതാണ് NLTK ഡോട്ട് ടോക്കണൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് ഇമ്പോർട്ട് ചെയ്യുന്നത്. ദെൻ വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്രീക്വൻ്റ്ലി വരുന്ന വേർഡ്സ് ഇല്ലേ, ഒരു സെൻറ്റൻസിൽ ഫ്രീക്വൻ്റ്ലി വരുന്ന ഒരു വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ സെൻറ്റൻസിലോ അല്ലെങ്കിൽ പാരഗ്രാഫിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വേർഡ് ക്ലൗഡ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേർഡ് ക്ലൗഡ്സ്. ഈ ഒരു ടൈപ്പിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് വേർഡ് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് വരിക കേട്ടോ. ഇതെല്ലാം ക്ലിയർ ആണോ? ഇനി ഇത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് NLTK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ്, NLPയുടെ ടൂൾ കിറ്റാണത്. NLTK നാച്ചുറൽ ലാംഗ്വേജ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിന്ന് ഇതിനാവശ്യമുള്ള ഒരു സംഭവങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാണ്. പങ്ക്തി എന്ന് പറയുന്നത് പങ്ക്ച്വേഷൻസിൻ്റെ ആ ഒരു സ്പ്ലിറ്റിംഗ്, ടോക്കണൈസേഷൻ സ്പ്ലിറ്റിംഗ് ടെക്സ്റ്റ് ഇൻ ടു സെൻറ്റൻസസ് ഓർ വേർഡ്സ്. ആൻഡ് സ്റ്റോപ്പ് വേർഡ്സ് എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കോമൺ വേർഡ്സ് ദാറ്റ് ആർ ഓഫൺ ഇഗ്നോർഡ് ഇൻ ടെക്സ്റ്റ് പ്രോസസ്സിംഗ്. ആൻഡ് വേർഡ് നെറ്റ് എന്ന് പറയുന്നത് ലെക്സിക്കൽ ഡാറ്റാബേസ് ഫോർ ഇംഗ്ലീഷ് വേർഡ്സ്. ലെക്സിക്കൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പ്ലേയിങ് എന്നുള്ളതിനെ പ്ലേ എന്നൊക്കെ ആക്കിയിട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ വേർഡ്സ് ഉണ്ടാവും. അത് മാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ആ ഒരു വേർഡ്സ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെക്സിക്കൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് OMW14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിലിംഗ്വൽ വേർഡ് നെറ്റ് ഡാറ്റ ഫോർ ലെമറ്റൈസേഷൻ. ആ ഒരു റൂട്ട് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിന് തന്നെയാണ് ഈ ഒരു OMW എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നത്. ഇത് ആ ഒരു പാത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നോർമലി പ്രൊഡിക്ഷൻ യൂസ് ചെയ്യുന്ന പോലെ കോൾ ചെയ്യുന്നു. ദെൻ ഫ്രം sklearn ഡോട്ട് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ഡോട്ട് ടെക്സ്റ്റ് ഇമ്പോർട്ട് കൗണ്ട് വെക്ടറൈസർ TF-ID വെക്ടറൈസർ. നേരത്തെ TF-ID എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് ആയിരുന്നില്ല, ആ വെയിറ്റ് വെച്ചിട്ട് അതിൻ്റെ ഒരു സ്കോറിങ് എത്രയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ. ടേം ഫ്രീക്വൻസി എന്ന് പറഞ്ഞില്ലേ, ടേം ഫ്രീക്വൻസി ഈ ഒരു ഇത് കോർപ്പസ് എന്ന് പറയും. അതിൽ എത്ര എണ്ണം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ക്യാറ്റ് എന്നുള്ള വേർഡ് ഡോക്യുമെൻറ്റിൽ ഒരു വട്ടം വരുന്നുണ്ട്. ടേം ഫ്രീക്വൻസി 0.25, IDF 2.10, TF-IDF എന്ന് പറഞ്ഞിട്ട് ആ ഒരു അൽഗോരിതത്തിൻ്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 0.525 എന്നുള്ളത്. ഡോഗ് എന്നുള്ളത് 2 വട്ടം വരുന്നുണ്ട്. 0.25 ആണ് ഫ്രീക്വൻസി കൊടുത്തത്. ആൻഡ് 2.10. ക്യാറ്റ്സ് 3 വട്ടം വരുന്നുണ്ട്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുകയാണ്. അതായത് ഇത് ഒരു വട്ടം വരുന്നുള്ളതെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഹൈ ആയിരിക്കും. യൂണീക്ക് ആയിട്ടുള്ള ഇതായതുകൊണ്ട് ഇമ്പോർട്ടൻസ് കുറവായിരിക്കും.
ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് വരണമെങ്കിൽ അത് കോമൺ ആയ ഒരു വേർഡാണ്, അങ്ങനെയാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോൾ ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ആണെന്ന് അതിന് മനസ്സിലാവില്ല. അത് യൂണീക്കായിട്ടുള്ള ടേംസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? കുഴപ്പമില്ല. പറഞ്ഞോട്ടെ? പറഞ്ഞു. ഇപ്പം ആ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ആൻഡ് അതിൽ റെയർ വേർഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് ഫോക്കസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ് അതിൻ്റെ അറ്റൻഷൻ കൊടുക്കുക. ദെൻ കോമൺ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോമൺ വേർഡ്സ്, അതാണെന്നുണ്ടെങ്കിൽ കോമൺ വേർഡ്സ് എന്നുള്ള രീതിക്ക് തന്നെയാണ് എടുക്കുക. ഇപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ആ ഒരു ക്വാണ്ടം എന്നുള്ള ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നൊക്കെ, ആ ഒരു റെയർ ആയിട്ടുള്ള ടേംസാണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ബുക്ക് ഈസ് അബൌട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഓർ ക്വാണ്ടം ഫിസിക്സ്. ഓക്കെ. ആൻഡ് സ്പേസിൻ്റെ ടേംസാണ് കൂടുതൽ വരുന്നത്. നമ്മൾ നോർമലി യൂസ് ചെയ്യാത്ത ടേംസ് ആണെന്നുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് അത് സ്പേസിനെ കുറിച്ചുള്ള ബുക്കാണ്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ആർട്ടിക്കിൾ ആണെന്നാണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇതാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു കൗണ്ട് വെക്ടറൈസറും ടോക്കൺ ഫ്രീക്വൻസി ഐ ഡി വെക്ടറൈസർ എന്ന് പറയും, TF-IDF എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഫ്രം SKLearn ഡോട്ട് പൈപ്പ് ലൈൻ ഇമ്പോർട്ട് പൈപ്പ് ലൈൻ പറഞ്ഞു തന്നപ്പോൾ ക്ലാസ്സിലുണ്ടായിരുന്നു നീ? ഇല്ല സാർ. നമ്മൾ പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യുന്നത് ഡാറ്റ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ പ്രീ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യില്ലേ, ആ ഒരു മിസ്സിംഗ് വാല്യൂസ് ഹാൻഡിൽ ചെയ്യുക ആൻഡ് എൻകോഡിങ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അത് ടോട്ടലി ഈ ഒരു പൈപ്പ് ലൈനിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോഡ് ലെങ്ത്തും കുറവായിരിക്കും, ഡാറ്റ ലീക്കേജ് അങ്ങനത്തെ ഇഷ്യൂസ് അധികം ഉണ്ടാവില്ല.
ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പൈൻ ചെയ്തിട്ട് കോളൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളത് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് മോഡലിൻ്റെ ആ ഒരു സെലക്ഷനും ഇതൊക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ ഈ ഒരു പ്രീ പ്രോസസ്സിങ് ഓട്ടോമേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യുക. അല്ലാണ്ടും കുറേ പ്ലേസസിൽ നമുക്ക് പൈപ്പ് ലൈൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രെയിൻ ടെസ്റ്റ് splits data set into training and testing sets, count vectorizer, bag of words representation, TF-IDF vectorizer, TF-IDF feature extraction, and pipeline combines pre-processing and model training into one workflow. ഓക്കെ, ആൻഡ് ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡൽസ് ഇമ്പോർട്ട് ചെയ്യാണ്. ഡിഫറെൻറ്റ് മോഡൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫ്രം sklearn.naive ഇമ്പോർട്ട് മൾട്ടിനോമിയൽ NP എന്ന് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടേംസ് വരുമ്പോഴാണ് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് ഒരുപാട് ടേംസ് വരുമല്ലോ. അപ്പോൾ ആ ഒരു ഇത് വരുന്നതുകൊണ്ട് മൾട്ടിനോമിയൽ NP യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസിഫിക്കേഷൻ ടൈപ്പിലാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ യൂസ് ചെയ്യുക. sklearn.spm ഇമ്പോർട്ട് ലീനിയർ SPM എടുത്തിട്ടില്ലല്ലേ, ആ ഒരു ഹൈപ്പർ പ്ലെയിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതാണ് SPM എന്ന് പറഞ്ഞിട്ട്. sklearn.ensemble ഇമ്പോർട്ട് റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ, അതും കൂടി ഇമ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് sklearn.metrics ഇതിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടോ? മെട്രിക്സിൽ എല്ലാം അറിയാം. ജസ്റ്റ് ഈ ഒരു ഇമ്പോർട്ട് ചെയ്തതിൻ്റെ വേർഷൻസ് ഒന്ന് ചെക്ക് ചെയ്തതാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, നോക്കണമെന്നില്ല, റെലവൻ്റ് അല്ല. ആൻഡ് നമ്മൾ റീഡ് ചെയ്യുന്ന പോലെ ഇതിൽ കോളംസ് ഒന്ന് ചെക്ക് ചെയ്യുക. കോളംസ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു കോളം ഉണ്ട്, അൺനെയിംഡ് 0 എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. പക്ഷെ അതിൽ നോക്കുമ്പോൾ റാൻഡംലി കുറേ നമ്പർ ഉണ്ട്. മേ ബി ഇൻഡെക്സിങ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമുക്ക് ഇൻഡെക്സ് ഉണ്ടല്ലോ. ഇവിടെ ഇൻഡെക്സ് ഓൾറെഡി പോയിട്ടില്ലേ, 0, 1, 2 എന്ന് പറഞ്ഞിട്ട്. അതിന് സെപ്പറേറ്റ്ലി ഒരു കോളം ആവശ്യമില്ല, അതുകൊണ്ട് ഇത് റിമൂവ് ചെയ്യണം. അൺനെയിംഡ് 0 എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയും വരാം. സോ അത് റിമൂവ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇതിനടുത്ത് പ്രോഡക്റ്റ്, ഇത് എന്തിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയിലെ കംപ്ലൈൻസ് ആയിരുന്നു ഇതിൽ വന്നായിരുന്നത് അല്ലേ. ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയുടെ കംപ്ലൈൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞത്. സോ ക്രെഡിറ്റ് കാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കംപ്ലൈൻ്റ് ആണത്. കുറച്ച് അധികം ആ കംപ്ലൈൻറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ്. ആൻഡ് ക്രെഡിറ്റ് കാർഡിൻ്റെ നെക്സ്റ്റ് ഒരെണ്ണമുണ്ട്, റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, ക്രെഡിറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ക്ലിയർ ആയോ? പ്രൊഡക്റ്റും നാരേറ്റീവും മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ്. അൺനെയിംഡ് എന്നുള്ളത് റിമൂവ് ചെയ്ത് കളയാം, ഓൾറെഡി ഇൻഡെക്സ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ദെൻ അൺനെയിംഡ് 0, പ്രോഡക്റ്റ് ടെയിൽ എന്ന് പറയുന്നത് നെയിം എന്ന് പറഞ്ഞിട്ട് സംതിങ്. ദെൻ അതിൻ്റെ റോസും കോളംസും കൂടി പ്രിൻറ്റ് ചെയ്യാണ്. സോ ഇതിൽ റോസ് 1,62,421 എണ്ണം ഉണ്ട്. ആൻഡ് കോളംസ് എന്നുള്ളത് 3 എണ്ണം ഉണ്ട്. അതായത് ഈ അൺനെയിംഡ് പ്രൊഡക്റ്റും നാരേറ്റീവും 3 കോളംസ്. ആൻഡ് 1,62,421 ഇൻക്ലൂഡിങ് 0 കൂട്ടിയിട്ടാണ് 1,62,421. ആൻഡ് df.columns എന്ന് പറഞ്ഞിട്ട് കോളംസ് പ്രിൻറ്റ് ചെയ്തു. ഓൾഡ് ഇൻഡെക്സ് കോളം നോട്ട് യൂസ്ഫുൾ, അതുകൊണ്ടാണ് റിമൂവ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് df.info എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മെമ്മറി യൂസേജ് നോക്കുക, 97.3 MB. ഓക്കെ,
ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നോർമലാണോ അബ്നോർമലാണോ? മെമ്മറി യൂസ് നോർമൽ. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് അത്ര ഹൈ വാല്യൂ വരാൻ കാരണം? നമ്മൾ നോർമലി എടുക്കുന്ന ഡാറ്റ സെറ്റ് ഒക്കെ എത്ര സൈസ് ഉണ്ടാവലുണ്ടോ? ഇല്ല, ചെറിയ സൈസ് അല്ലേ ഉണ്ടാവുള്ളൂ. ചെറിയ സൈസ്. ഇവിടെ ആകെ 3 കോളേ ഉള്ളൂ, സ്റ്റിൽ 97 MB ഉണ്ട്. ചിലപ്പോൾ കൂടുതലും വരാം. എൻ്റെ ഇത് ഡാറ്റ ടൈപ്സ് നോക്കുക, ഒരെണ്ണം *64 ബാക്കിയുള്ളത് സ്ട്രിങ്ങും ആണ്. ഓക്കെ, എൻ്റെ ഇവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കണ്ടോ, ഓരോ കംപ്ലൈൻറ്റും അങ്ങനത്തെ 1,62,000 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സൈസ് വരാൻ കാരണം. നോർമലാണോ അല്ലയെന്ന് ചെക്ക് ചെയ്യണം, ചിലപ്പോൾ കൂടുതലും വരാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൈപ്സ് കൊടുത്തിട്ട് ഹാൻഡിൽ ചെയ്യുക. സോ അതിൻ്റെ സമ്മറി എടുക്കുകയാണ്. df.describe include all .transpose ഒബ്ജക്റ്റും ഒരു എല്ലാ കോളംസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇത് കൊടുക്കുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടി യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ് ആക്കിയിട്ട് എടുക്കാനാണ്. ഇത് ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെയാണ് പ്രിൻ്റ് ആവുക. ഓക്കെ, അത് ട്രാൻസ്പോസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ടി കൊടുക്കുന്നത്. ദെൻ പ്രൊഡക്റ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഫ്രീക്വൻസി എത്ര എണ്ണം വരുന്നുണ്ട്, ആവറേജ് എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. സിൻസ് ദിസ് ഈസ് മോസ്റ്റ്ലി ടെക്സ്റ്റ് ഡാറ്റ യൂസിങ് ഇൻക്ലൂഡ് ഓൾ പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് കാറ്റഗറിക്കൽ കോളംസ് ആസ് വെൽ. ന്യൂമറിക്കലും ഡിസ്ക്രൈബ് നമ്മൾ ന്യൂമറിക്കൽ മാത്രമാണ് യൂസ് ചെയ്യുക. ഇൻക്ലൂഡ് ഓൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറിക്കൽ ടേംസും കൂടി ഇൻക്ലൂഡ് ആവും. ഓക്കെ, നമ്മൾ മെമ്മറി യൂസേജ് ചെക്ക് ചെയ്യാണ്. മെമ്മറി ഈക്വൽ ടു ഡാറ്റ ഫ്രെയിം ഡോട്ട് മെമ്മറി യൂസേജ്, DP ഈക്വൽ ടു ട്രൂ ഡോട്ട് സം ഡിവൈഡഡ് ബൈ 1024 സ്ക്വയർ. 1024 എന്നുള്ളത് ഈ മെമ്മറിയുടെ കൺവേർഷൻ്റെ റേറ്റ് ആണ്. ഇപ്പോൾ ഒരു 8 ബിറ്റ്സ് ആണ് ഒരു KB എന്ന് പറയുന്നത്. 8 ബിറ്റ്സ് ഒരു KB. എൻ്റെ 1024 KB ആണ് ഒരു MB. 1024 MB ആണ് ഒരു GB. അപ്പോൾ അതാണ് അവിടെ 1024 GB ആണ് ഒരു TB. അങ്ങനെയാണ് പോവുക. ആൻഡ് PB, ZB, സെറ്റാബൈറ്റ്, യോട്ടാബൈറ്റ് അങ്ങനെയാണ് പോവുക മെമ്മറി. ഓക്കെ, അതാണ് അവിടെ 1024 ബേസ് ആക്കിയിട്ട് എടുത്തേക്കണേ. സോ ഡാറ്റ സെറ്റിൻ്റെ സൈസ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നത് 97.30 MB. അത് നേരത്തെ ഇൻഫോ എടുത്ത് നോക്കിയാലും മതി, അതിങ്ങനെ ചെക്ക് ചെയ്തെന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ആൻഡ് വൈ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, ലാർജ് NLP ഡാറ്റ സെറ്റ്സ് ക്യാൻ കൺസ്യൂം സിഗ്നിഫിക്കൻറ്റ് മെമ്മറി. Knowing the size helps determine whether optimization or sampling is needed. അവിടെ നിന്ന് ഒപ്റ്റിമൈസേഷനോ സാമ്പിളിങ്ങോ ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെമ്മറി സൈസും ഡീറ്റെയിൽസും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്തത് മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. അതിൽ നരേറ്റീവ് എന്നുള്ളതിൽ 10 മിസ്സിംഗ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, നരേറ്റീവിൽ കുറച്ച് കംപ്ലൈൻറ്റ്സ് മിസ്സിംഗ് ആണ്. ആൻഡ് അതിൻ്റെ മിസ്സിംഗ് വാല്യൂസിൻ്റെ പെർസെൻറ്റേജ് കാണുകയാണ്. മിസ്സിംഗ് വാല്യൂസ് ഇക്വൽ ടു ഒരു ഡാറ്റ ഫ്രെയിം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. പാണ്ടാസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യല്ലേ, അതിൻ്റെ കീയും വാല്യൂ ആയിട്ട് പാസ് ചെയ്യുക. ഈ കേളി ബ്രേസ് യൂസ് ചെയ്തിട്ട് മിസ്സിംഗ് വാല്യൂസ് ഈക്വൽ ടു df.isNull.sum. ഇതിൻ്റെ ഔട്ട് എന്തായിരിക്കും? df.isNull.sum എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ. DF എന്ന് പറഞ്ഞാൽ ഡാറ്റ ഫ്രെയിം. ഡോട്ട് ഈസ്നൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്നള്ളോ NAയോ എന്താണ്? അവിടെ എത്ര വാല്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നോട്ട് നമ്പർ വാല്യൂസ് ഏതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഡോട്ട് സം എന്ന് യൂസ് ചെയ്യുന്നത് അത് എത്ര എണ്ണം വരുന്നുണ്ട് എന്ന് നോക്കാനാണ്. ഓക്കെ, അടുത്ത് ചെയ്യുന്നത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുകയാണ്.
സോ ആ ഡി എഫ് ഡോട്ട് ഈസ് നൾ ഡോട്ട് സം എന്ന് പറയുമ്പോൾ എന്താ പറയുക, പ്രോഡക്റ്റിൽ 0, മിസ്സിംഗ് വാല്യൂസ് 0 ആണ്, നാരേറ്റീവിൽ 10 ഉണ്ട്. സോ ആ 10നെ കൺവേർട്ട് ചെയ്യണം. സോ ആ സമ്മ് 10 എന്നുള്ളത് ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് ഡി എഫ് 1,62,200 എത്രയായിരുന്നു, 1,62,421. അപ്പോൾ ലെങ്ത് ഓഫ് ഡി എഫ് ഇൻറ്റു 100% കൺവേർട്ട് ചെയ്യുമ്പോൾ 0.006157. ഓക്കെ, മിസ്സിംഗ് വാല്യൂസ് എക്സിസ്റ്റ് ഇൻ ദി നാരേറ്റീവ് കോളം. വി വിൽ ഹാൻഡിൽ ദം ബിഫോർ പ്രീ പ്രോസസ്സിങ്. ഇത് ഹാൻഡിൽ ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വലിയ ഡാറ്റ സെറ്റാണ്, അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് റെക്കോർഡ്സ് പ്രസൻ്റ് ആണോ അല്ല എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് റോസ് പറഞ്ഞിട്ട് ഡി എഫ് ഡോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ഡോട്ട് സം, അവിടെ ഡി എഫ് ഡോട്ട് ഈസെൻ ഡോട്ട് സം എന്ന് കൊടുക്കുന്ന പോലെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എഫ് ഡോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ഡോട്ട് സം. ഓക്കെ, റിമൂവ് അൺനെസസറി കോളംസ്. ഇതിലിപ്പോൾ അൺനെസസറി കോളം എന്തായിരുന്നു നേരത്തെ പറഞ്ഞത്? ആവശ്യമില്ലാത്ത കോളം ഏതെങ്കിലും ഒരു കോളം ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഡിസ്ക്രിപ്ഷൻ വായിച്ചു. അൺനെയിംഡ് 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം, അത് ഒരു ഇൻഡെക്സിങ്ങിൻ്റെ കോളമാണ്. സെയിം ഇൻഡെക്സ് ഇപ്പുറത്തെ ഒറിജിനലായിട്ട് നമുക്ക് ഉണ്ട്, അപ്പോൾ ആ ഒരു കോളം ആവശ്യമില്ല. അപ്പോൾ ഡി എഫ് ഡോട്ട് ഡ്രോപ്പ്, ഡാറ്റ ഫ്രെയിം കോളം ഡ്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ്. ഡാറ്റ ഫ്രെയിം ഡോട്ട് ഡ്രോപ്പ്, കോളത്തിൻ്റെ പേര് കൊടുക്കുക, അൺനെയിംഡ് 0, അത് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് കൊടുക്കുക. കോമ ആക്സിസ് 1. ആക്സിസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് മറ്റേ ആക്സിസ് 1 എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡ്രോപ്പും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സും ഒക്കെ ചെയ്യുമ്പോൾ റോ ആണോ ആക്സിസ് 1? അപ്പോൾ ആക്സിസ് 0 എന്താണ്? അത് കോളം വൈസ് അല്ലേ? ആക്സിസ് 0 അല്ലേ? ആക്സിസ് 0 ആണ് റോ. ആക്സിസ് 0 ആണ് റോ. ആക്സിസ് 0 റോയും ആക്സിസ് 1 കോളമാണ്. ഓക്കെ, കോളംസ് ഡ്രോപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആക്സിസ് 1 എന്നാ യൂസ് ചെയ്യാം. റോസ് ആണ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ആക്സിസ് 0. ടോട്ടലി ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടാകുന്ന ടോട്ടലി റോസ് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി എഫ് ഡോട്ട് ഡ്രോപ്പ് തന്നെയാണ് യൂസ് ചെയ്യാം. പിന്നെ ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്തിനാ യൂസ് ചെയ്യാം? ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ. മറ്റേ നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ ഡാറ്റ ഫ്രെയിമിന് ഒറിജിനൽ ഡാറ്റ പുതിയ ഒരെണ്ണത്തിന് അല്ല, ഡയറക്റ്റ് ആയിട്ട് ഒറിജിനൽ ഡാറ്റ റീപ്ലേസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ പ്ലേസ് ഈക്വൽ ടു ട്രൂ എന്ന് പറയുന്നത്. അതിൻ്റെ അഗെയിൻ ഒന്ന് പ്രിന്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ, അപ്പോൾ പ്രോഡക്റ്റും നാരേറ്റീവും മാത്രമേ അവിടെ ഉള്ളൂ. ഓക്കെ, മറ്റേ കോളം പോയി. അൺനെയിംഡ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സിങ് ഉണ്ടായിരുന്നില്ല, ഒരു കോളം റിമൂവ് ചെയ്തു. ആൻഡ് ചെക്ക് യൂണിക് കാറ്റഗറീസ്. പ്രോഡക്റ്റിൽ എത്ര യൂണിക് കാറ്റഗറീസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ്, ഇത് ഫിനാൻസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്, അപ്പോൾ ചെക്ക് ചെയ്യണം. ക്രെഡിറ്റ് കാർഡ്, റീറ്റെയിൽ ബാങ്കിങ്, ക്രെഡിറ്റ് റിപ്പോർട്ടിങ്, മോർഗേജസ് ആൻഡ് ലോൺസ്, ഡെപ്റ്റ് കളക്ഷൻ. ഇത്രയും യൂണിക് ആയിട്ടുള്ള വാല്യൂസ് ആണ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോളത്തിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് കാറ്റഗറീസ് എത്ര എണ്ണം ഉണ്ടെന്ന്? 5 എണ്ണം ഉണ്ട്. ദിസ് ടെൽസ് us whether the problem is ഇത് എന്ത് ടൈപ്പ് റോളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ബൈനറി ക്ലാസിഫിക്കേഷൻ ആണോ, മൾട്ടി ക്ലാസിഫിക്കേഷൻ ആണോ, മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ ആണോ എന്നുള്ളത് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈനറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 എണ്ണം വരണമില്ലേ? ഇപ്പോൾ യെസ് നോയും ഇല്ലേ, ആ ഒരു ടൈപ്പാണ് ബൈനറി എന്ന് പറയുന്നുണ്ടെങ്കിൽ.
റൂൾസ് മാത്രമേ ഉള്ളൂ. സ്പാം, നോട്ട് സ്പാം, യെസ്, നോ, ഫ്രോഡ്, നോ ഫ്രോഡ്, ആ ഒരു ടൈപ്പാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ. ഓക്കെ. മൾട്ടി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഇപ്പോൾ നമ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, 0 to 9, അത് മൾട്ടി ക്ലാസ് ആയിരിക്കും. ഒരു ക്ലാസ്സിലുള്ള ഓരോ ടൈപ്പ്. അല്ലെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, ബനാന, ആ ഒരു ടൈപ്പിൽ ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ഒക്കെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടി ലേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൗസ് മൾട്ടിപ്പിൾ ലേബിൾസ് ടു ബി അസൈൻ ടു എ സിംഗിൾ ഇൻസ്റ്റൻസ്. ടാഗിങ് ആർട്ടിക്കിൾസ് വിത്ത് മൾട്ടിപ്പിൾ ടോപ്പിക്സ്, എക്സാമ്പിൾ പൊളിറ്റിക്സ്, ഫൈനാൻസ്, അങ്ങനത്തെ ഒക്കെ ഇത് വരുമ്പോഴാണ് ഈ ഒരു മൾട്ടി ലേബൽ യൂസ് ചെയ്യുന്നത്. ഇമേജ് റെക്കഗ്നിഷൻ, വേർ ആൻ ഇമേജ് ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ്. ഇപ്പോൾ ഗ്രൂപ്പിൽ ഫേസ് ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യില്ല നമ്മൾ, ഗ്രൂപ്പ് ഇമേജിൽ, ആ ഒരു ടൈപ്പ് ഒക്കെ. പിന്നെ യൂസ്ഫുൾ ഫോർ കോംപ്ലക്സ് സിനാരിയോസ് വേർ ഇൻസ്റ്റൻസസ് ക്യാൻ ബിലോങ് ടു മൾട്ടിപ്പിൾ കാറ്റഗറീസ് സൈമൾട്ടേനിയസ്ലി. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പിക്ചറിൽ തന്നെ ഹ്യൂമൻസ് ഉണ്ട്, അനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു മൾട്ടി ലേബൽ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് യൂസ് ചെയ്യുക. മൾട്ടി ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് തന്നെ ആയിരിക്കും, അത് റെക്കഗ്നൈസ് ചെയ്യാനാവും. അങ്ങനെ മൾട്ടി ലേബൽ, ഡോക്യുമെന്റ് ടാഗിങ്, ഇമേജ് റെക്കഗ്നിഷൻ, അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇതിൽ നമ്മുടെ പ്രോബ്ലം എന്താണ്? മൾട്ടി ക്ലാസ് ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ വായിച്ചിട്ടുള്ളൂ. DF പ്രോഡക്റ്റ് ഡോട്ട് യൂണീക്ക് എന്നുള്ളത് ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഫൈനാൻസുമായിട്ട് ഒരേ സെഗ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു ഒരേ ഇതിൽ പെടുന്നതുകൊണ്ടാണ്. പക്ഷെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മൾട്ടി ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് അവിടുത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതംസ് ആണ് നേരത്തെ നമ്മൾ ഇമ്പോർട്ട് ചെയ്തത് കേട്ടോ, ഒരു കാറ്റഗറൈസേഷന് വേണ്ടിയിട്ട്. ദെൻ ക്ലാസ് ഡിസ്ട്രിബ്യൂഷൻ, ഓരോന്ന് എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. ക്രെഡിറ്റ് റിപ്പോർട്ടിങ് 91,179 ഉണ്ട്. ആൻഡ് രണ്ടാമത് ഡെബ്റ്റ് കളക്ഷൻ. അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂ അണ്ടർ സ്കോർ കൗണ്ട്സ് ആണ് അവിടെ നോക്കുന്നത്. ദിസ് ഷോസ് ഹൗ മെനി കംപ്ലൈൻറ്റ്സ് ബിലോങ് ടു ഈച്ച് ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് കാറ്റഗറി. ഓക്കെ. ഓരോന്നിലും എത്ര കംപ്ലൈൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ്സ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് എന്നാണ്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് റീറ്റെയിൽ ബാങ്കിങ് എന്നോ. ഓക്കെ. ആൻഡ് അതിൻ്റെ ടെക്സ്റ്റ് സാമ്പിൾസ് നോക്കുകയാണ്. ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യാണ് 5 എന്നുള്ള റേഞ്ചിൽ. ദെൻ കാറ്റഗറി DF ഓഫ് പ്രോഡക്റ്റ്, ഇൻഡെക്സ് ലൊക്കേറ്റ് ഓഫ് ഐ. അപ്പോൾ ആദ്യത്തേൽ ഐ എന്നുള്ള ഇൻഡെക്സ് വരുമ്പോൾ 0th ഇൻഡെക്സിൽ വരിക, 0 to 4 അല്ലേ വരിക റേഞ്ച് പറയുമ്പോൾ. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. കംപ്ലൈൻറ്റ്, ആ ഒരു കംപ്ലൈൻറ്റ് പ്രിൻറ്റ് ചെയ്തു. അടുത്ത കാറ്റഗറി ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്, ദെൻ റീറ്റെയിൽ ബാങ്കിങ് എന്നുള്ളത്. അപ്പോൾ ഒരു ആദ്യത്തെ 5 എണ്ണമാണ് എടുക്കുന്നത്. ഓക്കെ. ദെൻ ബിഫോർ ക്ലീനിങ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഐഡൻറ്റിഫൈ ഇത് എന്തുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയാണ്. URLs ആണോ, ഇമെയിൽ അഡ്രസ്സസ് ആണോ, HTML ടാഗ്സ്, പങ്ക്ച്വേഷൻ, നമ്പേഴ്സ്, പ്ലേസ് ഹോൾഡേഴ്സ്, എക്സ്ട്രാ സ്പേസസ്, അതർ നോയ്സ്. അണ്ടർസ്റ്റാൻഡിങ് ദ റോ ടെക്സ്റ്റ് ഹെൽപ്സ് ഡിസൈൻ ആൻഡ് എഫക്റ്റീവ് പ്രീ പ്രോസസ്സിംഗ് പൈപ്പ് ലൈൻ. സോ നമുക്ക് ഈ ഒരു പ്രീ പ്രോസസ്സിങ്ങിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള പൈപ്പ് ലൈനാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ നേരത്തെ ചെയ്തതിലൊക്കെ നമുക്ക് ഒരു ന്യൂമറിക്കൽ കൺവേർട്ട് ചെയ്യുക, അതിന് എൻകോഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ കുറച്ചുകൂടി വേർഡ് ക്ലീനിങ് അതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി ഉണ്ടാവും. ദെൻ ഹെഡൊന്ന് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. നമ്പർ ഓഫ് കംപ്ലൈൻറ്റ് കാറ്റഗറീസ് 5 കാറ്റഗറീസ് ആണ് ഉണ്ടായിരുന്നത്. ആ റീറ്റെയിൽ ബാങ്കിങ്, ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ 5 കാറ്റഗറീസ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ അടുത്തത് വയ്ക്കുകയാണ് കാറ്റഗറി ഈസ് ഈക്വൽ ടു DF ഓഫ് പ്രോഡക്റ്റ് ഡോട്ട് യൂണീക്ക്. കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൽ യൂണീക്ക് ആയിട്ടുള്ളത്, പ്രോഡക്റ്റിൽ യൂണീക്ക് ആയിട്ടുള്ള ആ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിങ്, ക്രെഡിറ്റ് കാർഡ് എന്തായിരുന്നു, ക്രെഡിറ്റ് റിപ്പോർട്ടിങ്ങോ
ക്രെഡിറ്റ് കാർഡ്, റീറ്റെയിൽ ബാങ്കിങ്, ക്രെഡിറ്റ് റിപ്പോർട്ടിങ്, അങ്ങനെ 3-4 ടേംസ് ഇല്ലേ, അതാണ് ഡോട്ട് യുണീക്ക് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്താൽ വരിക. ഡോട്ട് എൻ യുണീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട് എത്ര വരുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, എൻ യുണീക്കും ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. ഫോർ കാറ്റഗറി ഇൻ കാറ്റഗറീസ് പ്രിൻറ്റ് കാറ്റഗറി. ഓക്കെ, കാറ്റഗറീസ് എന്നുള്ളതിൽ ഇപ്പം എന്താ ഉള്ളത്? ഡി എഫ് പ്രോഡക്റ്റ് ഡോട്ട് യുണീക്ക് എന്നുള്ളതുണ്ട്. അപ്പോൾ ആ കാറ്റഗറീസ് ആണ് ഇപ്പോൾ കാറ്റഗറീസ് എന്നുള്ളതിൽ കാറ്റഗറി ഇൻ കാറ്റഗറി. ഫോർ ഐ ഇൻ കാറ്റഗറീസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഐ ഇൻ കാറ്റഗറീസോ എക്സ് ഇൻ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കേണോ? And banks receive complaints across multiple financial products. Our AI model must correctly identify which department should receive each complaint. Okay. And complaint category distribution. Complaints ഏതാ നമ്മൾ നേരത്തെ നോക്കില്ല, അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തില്ലേ 91,000 എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ജസ്റ്റ് പ്ലോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. PLT ഡോട്ട് ഫിഗർ ഫിക്സ് സൈസ് 12.6, SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട്. നമ്മൾ സീബോൺ വെച്ചിട്ട് കൗണ്ട് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യില്ലേ, അതിലെന്താ ആദ്യം പാസ് ചെയ്യേണ്ടത്? ഡാറ്റ എവിടെ നിന്ന് വരണം എന്നുള്ളത്. പിന്നെ വൈ ആക്സിസിൽ പ്രൊഡക്റ്റ് എന്നുള്ളതും പാസ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് എന്നുള്ളത് ഇവിടെ വരുന്നത് നമ്മുടെ ആ ഒരു 5 കാറ്റഗറി ഇല്ലേ, 5 കാറ്റഗറി. ആൻഡ് ഇവിടെ അതിൻ്റെ നമ്പർ ഓഫ് കംപ്ലൈൻറ്റ്സ് പാസ് ചെയ്യാം. ഓർഡർ DF പ്രോഡക്റ്റ് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് അതിൻ്റെ ഇൻഡെക്സ് വെച്ചിട്ട്. അപ്പോഴാണ് ഈ ഒരു നമ്പർ ഓഫ് കൗണ്ട്സ് ഇങ്ങോട്ട് വരുന്നത്. ആ ഇൻഡെക്സ് വെച്ചിട്ട് പാസ് ചെയ്യുമ്പോൾ ഇൻഡെക്സ് വെച്ചിട്ട് 0, 1, 2, 3, 5 എന്ന് പറഞ്ഞിട്ട് 4 എന്ന് പറഞ്ഞിട്ട് വരില്ലേ, അതിങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴാണ് വൈ ആക്സിസിൽ ഓൾറെഡി ആ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഇൻഡെക്സും ഇതും കൂടി മാച്ച് ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യാണ്. പാലറ്റ് വെറിഡിക്സ് എന്ന് പറഞ്ഞിട്ട് തീം സെറ്റ് ചെയ്തു. പിന്നെ ടൈറ്റിൽ എക്സ് ലേബൽ വൈ ലേബൽ അതറിയാലോ. ടൈറ്റിൽ ഇത്, എക്സ് ലേബൽ ഇത്, വൈ ലേബൽ ഇത്. ഓക്കെ, ദെൻ ഷോ ചെയ്യിപ്പിക്കുകയാണ്. ദെൻ ടിപ്പിക്കലി മോർട്ട്ഗേജ്, ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് ആൻഡ് ഡെബ്റ്റ് കളക്ഷൻ റിസീവ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് കംപ്ലൈൻറ്റ്സ്. മോർട്ട്ഗേജ്, ഡെബ്റ്റ് കളക്ഷൻ ആൻഡ് ക്രെഡിറ്റ്. ഓക്കെ, ഈ ഒരു 3 കൂടുതലായിട്ടും കംപ്ലൈൻറ്റ്സ് വരുന്ന ടേംസ്. ക്രെഡിറ്റ് റിപ്പോർട്ടിങ്ങും ഡെബ്റ്റ് കളക്ഷനും മോർട്ട്ഗേജസ് ആൻഡ് ലോൺസ്. ആൻഡ് ഇതിൽ ക്രെഡിറ്റ് റിപ്പോർട്ടിങ് ടു ഹൈ ആണ്, 91,000 പ്ലസ് ഇത് തന്നെ വരുന്നുണ്ട്. ആൻഡ് 20,000 പ്ലസ് കംപ്ലൈൻറ്റ്സ് ഡെബ്റ്റ് കളക്ഷനിൽ വരുന്നുണ്ട്. നിയർലി 20,000 മോർട്ട്ഗേജസ് ആൻഡ് ലോൺസിൽ വരുന്നുണ്ട്. ഏറ്റവും കുറവ് വരുന്നത് റീറ്റെയിൽ ബാങ്കിങ് ആണ്. ബട്ട് ഒരുപാട് ഇല്ലല്ല, ക്രെഡിറ്റ് കാർഡിൻ്റെ ഏകദേശം അത്രയും തന്നെ കംപ്ലൈൻറ്റ്സ് അവിടെയും വരുന്നുണ്ട്. ദിസ് ഇൻഡിക്കേറ്റ്സ് ക്ലാസ് ഇംബാലൻസ് വിച്ച് വിൽ ഇൻഫ്ലുവൻസ് മോഡൽ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ. സോ ഈ ഒരു 91,000 20,000 തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ, 20,000 25,000. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ആ ക്ലാസ് ഇംബാലൻസ് അവിടെ പ്രസൻ്റ് ആണ്. സോ ഇത് ഇവാലുവേഷൻ ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കംപ്ലൈൻറ്റ് പെർസെൻറ്റേജ്, കംപ്ലൈൻറ്റ്സിൻ്റെ എത്ര പെർസെൻറ്റേജ് വരുന്നുണ്ട് എന്നുള്ളത്. DF ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ്, ആ ഒരു 5 ടേംസ് ആയിരിക്കും വരുന്നത്. ആൻഡ് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു ടേം ക്രിയേറ്റ് ചെയ്യാണ്. പേഴ്സൻറ്റേജ് ഈക്വൽ ടു റൗണ്ട് ഓഫ് കംപ്ലൈൻറ്റ്സ്. കംപ്ലൈൻറ്റ്സ് എന്നുള്ളതിൽ ഇപ്പോൾ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് ഉണ്ടല്ലോ, വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് വരിക. ഈ 91,000 ഈ കൗണ്ടും ഈ ഒരു ടേമും ഇല്ലേ, അതാണ് വരിക. അതിൽ നിന്ന് ലെങ്ത് ഓഫ് DF ഇൻറ്റു 100, 2 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരെ പ്രിൻ്റ് ചെയ്യാനാണ് ഈ ഒരു 2 കൊടുക്കണം കേട്ടോ. സോ പെർസെൻറ്റേജ് 91,179 എന്ന് പറയുമ്പോൾ 56.14% ആണ് അവിടെ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും കുറവ് പെർസെൻറ്റേജ് 8.33. This table provides a clearer understanding of the relative frequency of each complaint category. Okay. And അടുത്തത് character count. Each complaint varies in length. Let's calculate character count. Print before DF dot shape. DF drop എന്നെ subset narrative. DF reset index drop row in place equal to. അതായത് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർ കുറച്ച് മിസ്സിംഗ് വാല്യൂസ് ഉണ്ടായിരുന്നില്ലേ, ഒരു 10 എണ്ണം. അത് ഫില്ല് ചെയ്യുന്നില്ല, ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയാണ്. അതുകൊണ്ടാണ്
ഡാറ്റ ഫ്രെയിം ഈക്വൽ ടു ഡാറ്റ ഫ്രെയിം ഡോട്ട് ഡ്രോപ്പ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് വരുന്ന കോളംസിൽ മിസ്സിംഗ് വാല്യൂസ് വരുന്നുണ്ടാവുമല്ലോ, ആ റോസ് അങ്ങനെ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ സബ്സെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാണ് നാരേറ്റീവ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഡി എഫ് ഡോട്ട് റീസെറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുമല്ലോ, അപ്പോൾ അത് റീസെറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് ഇസ് ഇക്വൽ ടു ട്രൂ, ഇൻപ്ലേസ് ഇക്വൽ ടു ട്രൂ. സോ ആ ഒരു സെയിം ഡാറ്റ ഫ്രെയിമിൽ അപ്ഡേറ്റ് ചെയ്യാനാണ് അത് ചെയ്യുന്നത്. സോ ആദ്യം 1,62,421 അപ്പോൾ 1,62,411. ഓക്കെ. അതിന് മിസ്സിംഗ് വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ മിസ്സിംഗ് നാരേറ്റീവ്സ് 0. മിസ്സിംഗ് നാരേറ്റീവ്സ് അതിൻ്റെ വാല്യൂസാണ്. നാരേറ്റീവ് എന്നുള്ള കോളത്തിൽ ഈസ്നൾ ഡോട്ട് സമ്മ് പാസ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഡി എഫ് ക്യാരക്ടർ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡി എഫ് നരേറ്റീവ് ഡോട്ട് അപ്ലൈ ലെങ്ത്ത്. നരേറ്റീവ് എന്നുള്ളതിൻ്റെ ഡോട്ട് അപ്ലൈ ലെങ്ത്ത്, നരേറ്റീവ് എന്നുള്ള കോളം അതിൽ ഡോട്ട് അപ്ലൈ ലെങ്ത്ത് എന്നുള്ളത്, നരേറ്റീവ് ക്യാരക്ടർ കൗണ്ട് അതിൻ്റെ ഹെഡ്. സോ ഇതിൽ കംപ്ലൈൻറ്റിൽ എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൽ അപ്ലൈ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ കംപ്ലൈൻറ്റ് കുറേ ഇതുണ്ടായിരുന്നല്ലോ, ഇവിടെ കുറേ ലെങ്ത്ത് ഉണ്ടായിരുന്നല്ലോ. സോ അതിൽ ക്യാരക്ടർ കൗണ്ടാണ് അവിടെ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഇതിൽ 1705 ക്യാരക്ടർ ഉണ്ട്. നീ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തായിരുന്നോ? ഇല്ല സാർ. എന്തായാലും ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഏതാ? എന്തായിരുന്നു ഡാറ്റ സെറ്റ്? പ്രാക്ടീസ് ചെയ്യണേ, അല്ലാതെ വെറുതെ ക്ലാസ് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കോഡ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. കുറേയൊക്കെ അറിയാത്ത കുറേ സംഭവം ഉണ്ടാവേ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അറിയുള്ളൂ. അത് ഇതിപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നൊന്നുമില്ല ഓരോ ചെയ്യുമ്പോൾ. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. സോ ആ ഒരു ക്യാരക്ടർ കൗണ്ട് എടുക്കാനാണ് നമ്മൾ ആ ഒരു ലെങ്ത്ത് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആ ഒരു 0th ഇൻഡെക്സിൽ ഒരു ക്രെഡിറ്റ് റിപ്പോർട്ടിങ് എന്തായിരുന്നു, അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ ലെങ്ത്ത് 1705 ക്യാരക്ടേഴ്സാണ് വരുന്നത്. 4ാമത്തേൽ 851. അങ്ങനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത്. ദെൻ ക്യാരക്ടർ കൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ, plt.figure പിക് സൈസ് 10:5 എന്നുള്ളത് സൈസ് സെറ്റ് ചെയ്യുന്നത് അറിയാലോ. sns.hisplot ഹിസ്റ്റോഗ്രാംസ് പ്ലോട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് പ്ലോട്ട് ചെയ്യേണ്ടത്? DFലെ ക്യാരക്ടർ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം വെച്ചിട്ട്. ക്യാരക്ടർ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ അപ്ലൈ ലെങ്ത്ത് കൊടുക്കുന്നത്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ടോട്ടൽ ഡാറ്റ എടുക്കുന്നില്ല, ഒരു 50 ഡാറ്റ മാത്രമേ എടുക്കുന്നുള്ളൂ. ആൻഡ് KD ഈക്വൽ ടു ട്രൂ. ഈ സ്മൂത്തനിങ് ഇല്ലേ ലൈന്, ഈ ബ്ലൂ ലൈന്, ഇത് കാണുന്നില്ല? അത് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഇല്ലേ, കട്ടായോ? ഈ ഒരു ഡാർക്ക് ബ്ലൂ സ്മൂത്തനിങ് ലൈന് വരാൻ വേണ്ടിയിട്ടാണ് KD ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നത്. ആൻഡ് കളർ റോയൽ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ആൻഡ് plt.title ക്യാരക്ടർ കൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ X ലേബലും Y ലേബലും ആൻഡ് ഷോ. ഓക്കെ. സോ ഇത് 50 എണ്ണത്തിൻ്റെ എടുത്തിട്ടുള്ളൂ, ടോട്ടലി എടുത്തിട്ടില്ല. ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്സ്, സം കംപ്ലൈൻറ്റ്സ് ആർ ഓൺലി 1 സെൻറ്റൻസ്. കുറച്ച് ലെങ്ത് കുറവാണ്, ചിലത് ഹൈ ആണ്. അതേഴ്സ് ആർ ലോങ് ലീഗൽ എക്സ്പ്ലനേഷൻസ്
അവർ NLP pipeline should work well for both. സോ വേർഡ് കൗണ്ട് എന്നുള്ളത് DF ഓഫ് വേർഡ് കൗണ്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. DF ഓഫ് നാരേറ്റീവ് ഡോട്ട് അപ്ലൈ. ഇത് ലിസ്റ്റ് കോംപ്രഹെൻഷനിൽ ചെയ്തിട്ടുണ്ടോ? ലാംഡ എക്സ് എന്നൊക്കെ പറഞ്ഞു, നാരേറ്റീവ് അല്ല. ലാംഡ എക്സ് ലെങ്ത് ഓഫ് സ്ട്രിങ് ഡോട്ട് സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ലാംഡ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യും. എക്സിൻ്റെ വാല്യൂസിനൊക്കെ ഇത് ചെയ്ത് കൊടുക്കാനാണ് ലാംഡ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ലാംഡ എക്സ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദി എക്സ് ഈ ഒരു പ്രോസസ്സ് അപ്ലൈ ചെയ്യണം. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് എന്നുള്ള കംപ്ലൈൻറ്റിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, ക്യാരക്ടർ ലെങ്ത്. സ്ട്രിങ് ഓഫ് എക്സ് എന്നുള്ളത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതാണ് വേർഡ് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്താ ചെയ്യണേ, നേരത്തെ നമ്മൾ ക്യാരക്ടർ കൗണ്ട് എടുത്തു, ഇനിയിപ്പോൾ നമ്മൾ വേർഡ് കൗണ്ട് എടുക്കുന്നത്. വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നോക്കുമ്പോൾ ഇതിലിപ്പോൾ 1705 ക്യാരക്ടർ ഉണ്ട് എന്നല്ലേ പറയുന്നത്. സോ ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ഒരു വേർഡാണ്, ഓർഡർ ഒരു വേർഡാണ്, ഡേ ഒരു വേർഡാണ്. അങ്ങനെ എത്ര വേർഡ്സ് ഇതിലുണ്ട് എന്നാണ് അവിടെ വേർഡ് കൗണ്ടിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, അവിടെ സ്പ്ലിറ്റ് ചെയ്യാണ്. എവിടെ വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഓക്കെ, ലാംഡ എക്സ് ലെങ്ത് ഓഫ് സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ്. ഓരോ ഇതിനെയും സ്പ്ലിറ്റ് ചെയ്യുക, അവിടെ നിന്നുള്ള ആ ഒരു സെൻറ്റൻസിലുള്ള ആ ഒരു വേർഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. ലെങ്ത് ഓഫ് സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ്. എവിടെ ഒരു സ്പേസസ് വരുന്നത്, സ്പ്ലിറ്റിന് പാരാമീറ്റർ പാസ് ചെയ്തേക്കാണ് empty സ്പേസ് വരുന്നത്. അപ്പോൾ ഒരു വേർഡ് കഴിഞ്ഞിട്ട് empty സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ചെയ്യുക ഓരോ എക്സിലും, അത് എക്സ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ് പാസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്താൽ എന്താ വരിക, കോമ വരുന്നിടത്ത് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ടില്ലേ? ആ, അപ്പം അങ്ങനത്തെ ഇതിനാണ് ഒരു ലെങ്ത് ഓഫ് സ്പ്ലിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. സ്പ്ലിറ്റ് കൊടുക്കേണ്ടത് empty സ്പേസ് വരുമ്പോഴാണ്. ഓക്കെ, ദെൻ വേർഡ് കൗണ്ട് ഡോട്ട് ഹെഡ് 0ൽ 230 വേർഡ്സ് ആണുള്ളത്. അപ്പോൾ അങ്ങനെ വേർഡ് കൗണ്ടും കിട്ടി, ക്യാരക്ടർ കൗണ്ടും കിട്ടി. ഓക്കെ, ദെൻ വേർഡ് കൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ ചെയ്ത പോലെ ചെക്ക് ചെയ്യണം. പ്ലോട്ട് ചെയ്യുക. വേർഡ് കൗണ്ട് എന്നുള്ളത് 50 ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് KD = ട്രൂ എന്തെങ്കിലും ചെക്ക് ചെയ്യുക. സെൻറ്റൻസ് കൗണ്ട് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് ഡോക്യുമെൻറ്റ് കോംപ്ലക്സിറ്റി. സോ അതിൽ സെൻറ്റൻസിൻ്റെ കൗണ്ടും കൂടി ചെക്ക് ചെയ്യുകയാണ്. ഇതിലാണ് റിഗർസ് പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. DF ഓഫ് സെൻറ്റൻസ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യുന്നു. DF ഓഫ് നാരേറ്റീവ് ഡോട്ട് അപ്ലൈ. നാരേറ്റീവ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു നാരേറ്റീവ് വരുന്ന കോളം ഉണ്ടല്ലോ, അതാണ് നാരേറ്റീവ് വരുന്ന കോളം. അതിലേക്ക് ഡോട്ട് അപ്ലൈ. ഇതിലും ലാംഡ എക്സ് കൊടുക്കുകയാണ്. ലെങ്ത് ഓഫ് RE ഡോട്ട് സ്പ്ലിറ്റ്. RE എന്താണ്, റെഗുലർ എക്സ്പ്രഷനിൽ സ്പ്ലിറ്റ് ചെയ്യുക. RE എന്ന് പറയുന്നത് ഇതിലെന്താ, സെൻറ്റൻസ് കൗണ്ട് അല്ലേ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ നേരത്തെ കാണിച്ചു തന്ന ഒരു മാച്ചിങ് ഇല്ലേ, A to Z, ക്യാപിറ്റൽ A to Z 0 to 9 എന്നുള്ളത്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യുന്നത് ഡോട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് ഇത്രയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇത് എവിടെയെങ്കിലും ഇപ്പോൾ ഫുൾ സ്റ്റോപ്പ് വരുന്നത് എവിടെയായിരിക്കും, ആ സെൻറ്റൻസിൻ്റെ അവസാനമായിരിക്കും. എക്സ്ക്ലമേഷൻ മാർക്കും ആ ഒരു ഇതിൻ്റെ അവസാനമായിരിക്കും വരുന്നത്, ക്വസ്റ്റ്യൻ മാർക്കും അവസാനമായിരിക്കും വരുന്നത്. സോ ആ ഒരു പാറ്റേൺസ് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അത് എവിടെ അപ്ലൈ ചെയ്യുന്നത്, RE ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് സ്ട്രിങ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടല്ലോ. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇത് വരുന്ന പ്ലേസസിൽ സ്പ്ലിറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ റെഗുലർ എക്സ്പ്രഷന് മാച്ച് ചെയ്തിട്ട് കൊണ്ടുപോകാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിങ് ഓഫ് എക്സ് മൈനസ് 1. ഓക്കെ, ഈ പ്ലേസ് വരുന്ന ആ ഒരു സ്പോട്സ് ഫൈൻഡ് ചെയ്തിട്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ദെൻ plt.figure ഫിഗ് സൈസ് 10,5 ആൻഡ് സെൻറ്റൻസ് കൗണ്ടിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യാണ്. ബിൻസ് 40 ആൻഡ് KD ഈക്വൽ ടു ട്രൂ, കളർ ഓറഞ്ച്. സെൻറ്റൻസ് കൗണ്ട് എന്താണ് 0.0 ആണോ? സെൻറ്റൻസ് കൗണ്ട് ചേഞ്ച് ഉണ്ടോ ഒന്നുകൂടി ചെക്ക് ചെയ്യണം, നോക്കട്ടെ. ആൻഡ് ആവറേജ് വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാണ്. DF ഓഫ് നാരേറ്റീവ് ഡോട്ട് അപ്ലൈ ലാംഡ എക്സ് എഗെയിൻ അപ്ലൈ ചെയ്യണം. ലാംഡ എക്സ് NP ഡോട്ട് മീൻ. NP ഡോട്ട് മീൻ എന്ന് പറഞ്ഞാൽ എന്താ യൂസ് ചെയ്യണേ? നമ്പയിൽ മീൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ വാല്യൂ എന്താ? മീൻ മീഡിയം മോഡില്ലേ? ആ, അതിൽ മീൻ എന്താ? ആ, അതാണ് മീൻ വാല്യൂ എന്നുള്ളത്. NP ഡോട്ട് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NP എന്തിനാ ഇവിടെ യൂസ് ചെയ്യണേ? ഇതെന്താണ് NP? എന്താണ് നമ്പൈ? എന്തിനാ നമ്മൾ യൂസ് ചെയ്യുക? നോർമൽ ആവറേജ് എടുത്താൽ പോരെ? നമ്പയുടെ പ്രത്യേകത എന്താ? നമ്മൾ എന്തുകൊണ്ട് പൈത്തൺ യൂസ് ചെയ്യേണ്ട ചില പ്ലേസിൽ നമ്പൈ യൂസ് ചെയ്യണം? പൈത്തൺ നമ്മുടെ എന്താ പറയുന്നത്, നമ്പയൊക്കെ വേറെ ചെയ്തിരുന്ന ഞാൻ പറഞ്ഞല്ലോ. ഐഡിയ ഉണ്ട്. ന്യൂമറിക്കൽ നമ്മളെ ന്യൂമറിക്കായിട്ടുള്ളത് വേറെ, പൈത്തണിലുള്ളത് വേറെ, അങ്ങനെ സംഭവമില്ലേ? കുറച്ചുകൂടെ ഫാസ്റ്റർ, കുറച്ച് നല്ലതാക്കാൻ, ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനത്തെ സംഭവല്ലേ? നമ്പൈ ഫാസ്റ്റ് ആണ് ന്യൂമറിക്കൽ പ്രോസസ്സിങ്ങിന്. സോ ഇതിലിപ്പോൾ 1,62,000 ഡാറ്റ ഉണ്ടല്ലോ. പൈത്തൺ ഇത് 1/1 ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും. അപ്പോൾ നമ്പൈ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റ സ്ട്രെച്ചിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് NP അവിടെ കോൾ ചെയ്തിട്ട് അവിടെ മീനിങ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ DF നാരേറ്റീവിൽ അപ്ലൈ ചെയ്യാന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നാരേറ്റീവിൽ 1,62,411 ഡാറ്റ ഇപ്പം ഉണ്ട്. അപ്പോൾ ആ 1,62,000 ഡാറ്റയും ട്രാവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ കൂടി പോകണമെന്നുണ്ടെങ്കിൽ പൈത്തൺ ആണെന്നുണ്ടെങ്കിൽ, നോർമൽ മീനാണെന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. അത് തന്നെ നമ്പയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ്. ആൻഡ് ഇതിൽ ലാംഡ എക്സ് എന്നുള്ള അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്യേണ്ടതുകൊണ്ടാണ് അവിടെ നമ്പർ വെച്ചിട്ട് അതിനെ കോൾ ചെയ്യുന്നത്. ആൻഡ് NP ഡോട്ട് മീൻ ഓഫ് ലെങ്ത് ഓഫ് വേർഡ്, നമ്മളെന്ത് നോക്കുന്ന? ആവറേജ് വേർഡ് ലെങ്ത് ആണ് നോക്കുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് വേർഡ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യൂ. ഫോർ വേർഡ് ഇൻ സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ്. വേർഡ് അവിടെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഓരോ വേർഡ്സിൻ്റെ സ്പ്ലിറ്റും കാര്യങ്ങളൊക്കെ. ആ കുത്തും കോമയൊക്കെ വരുന്നിടത്ത്, empty സ്പേസ് വരുന്നിടത്ത് അവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഫോർ വേർഡ് ഇൻ സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ്, അവിടെ സ്പ്ലിറ്റ് ചെയ്തെടുത്ത ആ ഒരു empty സ്പേസിൽ സ്പ്ലിറ്റ് ചെയ്തെടുത്തതിൽ വേർഡ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് അവിടെ നിന്ന് ആ ലെങ്ത് ഓഫ് വേർഡ് ആ ഒരു സ്പ്ലിറ്റ് ചെയ്ത വേർഡ്സിൻ്റെ ഇതിൽ ചെക്ക് ചെയ്യാണ്. അതിൻ്റെ ആവറേജും അപ്ലൈ ചെയ്തിട്ട് ചെക്ക് ചെയ്യാണ്. ആദ്യം ലെങ്ത് ഇതിങ്ങനെയാണ് വരിക. ആദ്യം ഇത് ചെക്ക് ചെയ്യും. ഫോർ വേർഡ് ഇൻ സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ്. നാരേറ്റീവിൽ ആ ഒരു സ്ട്രിങ് ഓഫ് എക്സ് ഡോട്ട് സ്പ്ലിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോ വേർഡ്സ് ആ ഒരു സ്പേസിൽ, ഇവിടെ empty സ്പേസിൽ സ്പ്ലിറ്റായി കിട്ടും. ആ സ്പ്ലിറ്റായി കിട്ടുന്നതിൻ്റെ ലെങ്ത് ഓഫ് വേർഡ് കാണും, അതിൻ്റെ ആവറേജ് കാണും. അത് ഓരോ വേർഡിനും അപ്ലൈ ചെയ്യും ലാംഡ എക്സ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാക്കിലോട്ടാണ് അത് വരുന്നത് ശരിക്കും. ഇതൊക്കെ കൂടി ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. ഓക്കെ.
ആവറേജ് വേർഡ് ലെങ്ത് പറഞ്ഞിട്ട് അതിനെ പ്ലോട്ട് ചെയ്യാണ്. plt.figure ഫിക്സ് സൈസ് 10,5 ഹിസ് പ്ലോട്ട് പ്രിപ്പയർ ചെയ്യുക. DFF ആവറേജ് വേർഡ് ലെങ്ത്, നമുക്കിപ്പോൾ ആവറേജ് വേർഡ് ലെങ്ത് കിട്ടിയല്ലോ, അതിനെ പ്ലോട്ട് ചെയ്യുക. 40 ഡാറ്റാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കളർ പർപ്പിൾ. ആവറേജ് വേർഡ് ലെങ്ത് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്താണ് പ്ലോട്ട് ചെയ്ത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി. DFF ആ ഒരു ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറി കളക്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ കുറച്ച് കോളംസ് ക്രിയേറ്റ് ചെയ്തല്ലോ, ക്യാരക്ടർ കൗണ്ട്, വേർഡ് കൗണ്ട്, സെൻറ്റൻസ് കൗണ്ട്, ആവറേജ് വേർഡ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതിനെ ട്രാൻസ്പോസ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. നമ്പേഴ്സ് ആവുമല്ലോ കൗണ്ട് എന്ന് പറയുമ്പോൾ, കൗണ്ട് ലെങ്ത് ഒക്കെ പറയുമ്പോൾ നമ്പേഴ്സ് ആയിരിക്കും. സോ ഡിസ്ക്രൈബ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ദെൻ ബോക്സ് പ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്യണം. plt.figure ഫിക്സ് സൈസ്, ക്യാരക്ടർ കൗണ്ടിൽ ഔട്ട്ലെയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. x=DFF ക്യാരക്ടർ കൗണ്ട്, കളർ സ്കൈ ബ്ലൂ. ബോക്സ് പ്ലോട്ട് യൂസ് ചെയ്യാൻ അറിയില്ലേ? ഔട്ട്ലെയേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോക്സ് പ്ലോട്ട് യൂസ് ചെയ്യുക. സോ അതിൻ്റെയാണ് പാസ് ചെയ്തേക്കണത്. ദെൻ ക്യാരക്ടർ കൗണ്ട് ബോക്സ് പ്ലോട്ട്. ചില വാല്യൂസ് ക്യാരക്ടർ കൗണ്ട് 20,000 ഒക്കെ ഉണ്ടോ? ഓക്കെ, ലെങ്തി കംപ്ലൈൻസും ഉണ്ട് അതിൽ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു 0 to കൈൻഡ് ഓഫ് വാല്യൂ, ആൻഡ് 5,000 to 10,000 ക്യാരക്ടർ കൗണ്ടിലും കുറേ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. ഔട്ട്ലെയേഴ്സ് ഒരുപാട് ലെങ്ത്തുള്ള ഇതും വരുന്നുണ്ട്, ക്യാരക്ടർ കൗണ്ട്. ആൻഡ് വേർഡ് കൗണ്ട് വയ്ക്കുകയെന്നുണ്ടെങ്കിലും അതേപോലെ ഉണ്ട്. 2,500 വേർഡ്സ് പ്ലസ് ഒക്കെയാണ് ചിലതിൽ വരുന്നത്. ആൻഡ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്, ഔട്ട്ലെയേഴ്സ് ഡിറ്റക്ട് ചെയ്യുക, അതിന്ന് സ്ക്യൂനെസ്, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻഡ് കോറിലേഷൻ ബിറ്റ്വീൻ ടെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ഫ്രെയിമിലെ ക്യാരക്ടർ കൗണ്ട് തന്നെ കളക്ട് ചെയ്തു. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈസ് സെറ്റ് ചെയ്തു. SNS.heat മാപ്പ് ഫീച്ചേഴ്സിൻ്റെ കോറിലേഷൻ ഈ ഒരു ഫീച്ചേഴ്സ് തമ്മിൽ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SNS.heat മാപ്പ് ഫീച്ചേഴ്സിലെ കോറിലേഷൻ. അപ്പോൾ ഈ ഫീച്ചേഴ്സിൽ ഈ ഒരു സംഭവങ്ങളുടെ കോറിലേഷനാണ് അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അനോട്ടേഷൻ = ട്രൂ, ഈ നമ്പർ വരാൻ വേണ്ടിയിട്ട്. ദെൻ CMap ബ്ലൂസ്, കളർ മാപ്പ്, അതിൻ്റെ ആ ഒരു കളർ മാപ്പ് ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് നോക്കിയത്. ആൻഡ് സെൻറ്റൻസ് കൗണ്ട്, സോ അത് പ്ലോട്ട് ചെയ്താണ്. ക്യാരക്ടർ കൗണ്ട് ആൻഡ് വേർഡ് കൗണ്ട് ആർ ഹൈലി കോറിലേറ്റഡ്. ക്യാരക്ടർ കൗണ്ടും വേർഡ് കൗണ്ടും ക്യാരക്ടർ കൗണ്ടും ഇത് ആക്ച്വലി ഡയഗണൽസിൽ മാത്രമല്ലേ 1 വരുള്ളൂ. അതായത് സെയിം ക്യാരക്ടർ കൗണ്ടും വരുമ്പോൾ നമുക്ക് ആ ഒരു കോറിലേഷൻ ഓക്കെയാണ്, കാരണം രണ്ടും സെയിം ആണ്. വേർഡ് കൗണ്ടും ക്യാരക്ടർ കൗണ്ടും വരുമ്പോഴും ഹൈലി കോറിലേറ്റഡ് ആണത്, അത് അക്സെപ്റ്റബിൾ അല്ല. ദെൻ ക്യാരക്ടർ കൗണ്ടും വേർഡ് കൗണ്ടും ഇത് മേലത്തെ എന്താണ് അത് ചെക്ക് ചെയ്യണമെന്നില്ല. സോ ഇതിൽ കൂടുതലും കോറിലേഷൻ വരുന്നത് ക്യാരക്ടർ കൗണ്ടും വേർഡ് കൗണ്ടും ആണ്. സെൻറ്റൻസ് കൗണ്ട് ജനറലി ഇൻക്രീസസ് വിത്ത് വേർഡ് കൗണ്ട്. സെൻറ്റൻസ് കൗണ്ട് generally increases with word count. Okay. And average word length may have weaker relationship. ഇവിടെ 0.11 ആണ് നടക്കുന്നത്. സോ അത് എല്ലാമായിട്ടും വീക്കർ റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. ഓക്കെ, ആൻഡ് ദിസ് ഹെൽപ്സ് എക്സ്പ്ലെയിൻ വൈ സം എഞ്ചിനീയർഡ് ഫീച്ചേഴ്സ് മേ ബി റിഡൻഡൻറ്റ് ഓർ കോംപ്ലിമെൻ്ററി. സോ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതായാലും ചിലത് അത്യാവശ്യം ഇല്ലാത്തതാണ്, ചിലപ്പോൾ അങ്ങനെയും വരാം. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. ആൻഡ് ലോങ്ങസ്റ്റ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഏത് കംപ്ലൈൻ്റ് ആണ്, ഒരു 20,000 ക്യാരക്ടർ ലെങ്ത് ഒക്കെ കണ്ടായിരുന്നില്ലേ ഇതിവിടെ? എൻ്റെ പുറത്ത് കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, പക്ഷെ അത് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോങ്ങസ്റ്റ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യുന്നത്. ലോങ്ങസ്റ്റ് = DF.locate. ഐലോക്കും ലൊക്കേറ്റ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഐലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്, ലൊക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേർഡ്സ് അങ്ങനത്തെ ഒക്കെ പ്ലേസസ് അങ്ങനത്തെ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനാണ്
ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനാണ് df.lock എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. അതെവിടെ അപ്ലൈ ചെയ്യണ്ടേ? df ഓഫ് വേർഡ് കൗണ്ടിൽ ഡോട്ട് ഇൻഡെക്സ് മാക്സ്. ഇൻഡെക്സ് മാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് കൗണ്ടിൽ മാക്സിമം ആ ഒരു വേർഡ് കൗണ്ട് വരുന്ന ഇൻഡെക്സ് മാച്ച് ചെയ്യാം. ഓക്കെ, ദെൻ അതിൻ്റെ കാറ്റഗറി ലോങ്ങസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രിൻറ്റ് ലോങ്ങസ്റ്റ് നാരേറ്റീവ്. അതിൻ്റെ നാരേറ്റീവ് പ്രിൻറ്റ് ചെയ്യുക. കാറ്റഗറി മോർട്ട്ഗേജസ് ആൻഡ് ലോൺസ്. സോ ഈ ഇൻഡെക്സ് മാക്സ് എന്നുള്ളതിന് അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. വേർഡ് കൗണ്ട് മാക്സിമം വരുന്നതിൻ്റെ ആൻഡ് അതൊന്ന് ഏത് കാറ്റഗറി ആണെന്നുള്ളത് അതിലെ പ്രോഡക്റ്റ് പ്രിൻറ്റ് ചെയ്യിക്കുക. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം ഉണ്ടല്ലോ, പ്രോഡക്റ്റ് നാരേറ്റീവ് ആണ്, അതിൻ്റെ പ്രോഡക്റ്റ് പ്രിൻറ്റ് ചെയ്യിക്കുക. ദെൻ പ്രിൻറ്റ് ലോങ്ങസ്റ്റ് ഓഫ് നാരേറ്റീവ്. ആ ലോങ്ങസ്റ്റ് എന്നുള്ളതിന് അതിൻ്റെ നാരേറ്റീവ് പ്രിൻറ്റ് ചെയ്യിക്കുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഷോർട്ടസ്റ്റ് കംപ്ലൈൻറ്റും കളക്ട് ചെയ്യുക ഇൻഡെക്സ് മിനിമം യൂസ് ചെയ്തിട്ട്. ഇതിന് പറയണ്ടല്ലോ, ഇതേപോലെ തന്നെയാണ്. ആൻഡ് കാറ്റഗറി ക്രെഡിറ്റ് റിപ്പോർട്ടിങ്. അതിൽ ജസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ബിസിനസ് ഇൻസൈറ്റ്സ് ഫ്രം ദിസ് EDA we can conclude complaint volumes differ significantly by product category. The data set is multi-class and likely imbalanced. Complaint lengths vary widely. Longer complaints may contain richer contextual information, and feature engineering based on text length can be useful. Proper pre-processing is essential before vectorization. And this will be one of the detailed sections of the ആൻഡ് ഇത് ഒരു NLP പൈപ്പ് ലൈന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ഹാൻഡ്ലിങ്ങിന് ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പില്ലേ, അത് തന്നെയാണ് പൈപ്പ് ലൈനിക്ക് അപ്ലൈ ചെയ്യുക. ലോവർ കേസിങ് ചെയ്യണം, HTML ഉണ്ടെങ്കിൽ റിമൂവൽ ചെയ്യണം, URL റിമൂവൽ, ഇമെയിൽ റിമൂവൽ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ദെൻ NLP ടെക്സ്റ്റ് പ്രീ പ്രോസസ്സിങ് പൈപ്പ് ലൈൻ. ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അത് തന്നെ ഒരു പൈപ്പ് ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇത് നോർമലൈസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ആൻഡ് പ്രൊഡക്ഷൻ റെഡി. സോ അതിനൊരു ഇത് എക്സാമ്പിൾ കാണിക്കുകയാണ്. I visited www.bank.com yesterday. They charged me $500 twice. Please contact me at john@gmail.com. ഒരു കംപ്ലൈൻ്റ് ആണത്. അതിൽ അത് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടത്, ഇത് ടോട്ടലി ഇത്രയും ആവശ്യമില്ല. അതിൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം എടുത്താൽ മതി. NLP യൂസ് ചെയ്തിട്ട് നമ്മളതൊരു റൂട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, ടോക്കണൈസേഷൻ ചെയ്യുക, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആവശ്യമുള്ള ആ ഒരു സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന പോലെ അത് കിട്ടണം. അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. വിസിറ്റ് ബാങ്ക് യെസ്റ്റർഡേ, ചാർജ് ട്വൈസ്, പ്ലീസ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ എന്താണോ അതിൽ ഒരു കോർ കണ്ടൻറ് ഉള്ളത് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് NLP അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്. ക്ലിയർ ആണോ? ഓക്കെ, NLP പൈപ്പ് ലൈൻ ഓവർവ്യൂ. അതിൽ റോ ടെസ്റ്റ് കൊടുക്കുന്നു, ടെക്സ്റ്റ് കൊടുക്കുന്നു, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. HTML ടാഗ്സ് നേരത്തെ പറഞ്ഞ ഒരു കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, പങ്ക്ച്വേഷൻസ് റിമൂവ് ചെയ്യുക, എക്സ്ട്രാ പേസസ്, ലെമറ്റൈസേഷൻ, ഒരു 4 സ്റ്റെപ്പ് പറഞ്ഞായിരുന്നില്ലേ, അതും കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്സും കൂടിയാണ് വരുന്നത്. നമ്മൾ ഒരു ഡാറ്റ സെറ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ല, DF ക്ലീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്. ഇത്രയും ചെയ്യുന്നത്. ഒറിജിനൽ ടെക്സ്റ്റിൽ മോഡിഫൈ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാണ്. ദെൻ വ്യൂ ഒറിജിനൽ കംപ്ലൈൻറ്റ്, സാമ്പിൾ ടെക്സ്റ്റ് DF ഓഫ് ക്ലീൻ നാരേറ്റീവ് ഡോട്ട് ഇൻഡെക്സ് ലൊക്കേറ്റ് ഓഫ് 0. സോ ആദ്യത്തെ ഒരു കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാണ്, പ്രിൻറ്റ് സാമ്പിൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടോ നോക്കുക, നമ്പേഴ്സ് നോക്കുക, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടോ നോക്കുക, പങ്ക്ച്വേഷൻ നോക്കുക, URLs, HTML, പ്ലേസ് ഹോൾഡർ. ഇപ്പോൾ നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ അതിൽ @gmail.com എന്നൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇവിടെ എക്സാമ്പിളാണ്, എന്നാലും അങ്ങനത്തെ ഒക്കെ വരും. പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ട് സൈൻ ഉണ്ട്, ആൻഡ് ഒരു നമ്പർ ഉണ്ട്, ബാങ്കിൻ്റെ URL ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. സോ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഇത് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
NLP അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് കൺവേർട്ട് പർച്ചേസ് ദ ബാങ്ക്. ഓക്കെ. ആൻഡ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇല്ലേ, ജെ പോസ്റ്റഡ് ഫ്രൈഡേ എന്നാണ് വരേണ്ടത്, പക്ഷെ ഫ്രൈ എന്നാണ് അവിടെ ഉള്ളത്. ആൻഡ് അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അങ്ങനത്തെ ആൻഡ് ഇതിൽ റീബിൽ മർച്ചൻഡൈസ് റോബർട്ട് സംതിങ് ഒരു വേർഡ്സ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് എഴുതിയിരിക്കുക. ആൻഡ് തേഴ്സ്ഡേ പോസ്റ്റഡ്, മൺഡേ പർച്ചേസ്ഡ്, അങ്ങനെ നോർമൽ ഒരു നമ്മൾ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്യണം. ദെൻ ഫേവർ എന്നുള്ള അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ. സോ ഇപ്പോൾ കൺവേർട്ട് ടെക്സ്റ്റ് ടു ലോവർ കേസ്. ഇപ്പോൾ ഡിഫറെൻറ്റ് കേസസിലാണെന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനെയും ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടലി ക്യാപിറ്റലാണെന്നുണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാം. as 3 different words convert everything to lower case. ഡോട്ട് ലോവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യില്ലേ, സ്ട്രിങ് ഡോട്ട് ലോവർ എന്ന് പറഞ്ഞിട്ട്. സോ DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ്. ക്ലീൻ ടെക്സ്റ്റിൽ എന്താണ് ആ ഒരു പുതിയ ഡാറ്റ ഫ്രെയിമിൽ ആ ഒരു ക്ലീൻ ചെയ്ത ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാണ് ഒരു ഡാറ്റ ഫ്രെയിം, കോളം ഈക്വൽ ടു DF ഓഫ് ക്ലീൻ ഡോട്ട് നാരേറ്റീവ്. അതിൽ ആ സ്ട്രിങ്ങിനെ ലോവർ ചെയ്യുക, ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നാണ് മീനിങ്. ഓക്കെ. ദെൻ ക്ലീൻ ടെക്സ്റ്റ് ടോട്ടലി ആ ഒരു ഇൻഡെക്സ് ലൊക്കേറ്റിലെ 0 എന്നുള്ള പറഞ്ഞിട്ട് കളക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ അത് ടോട്ടലി എന്താ പറയുക ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തത് വന്നു. ദെൻ റിമൂവ് HTML ടാഗ്സ്. ഇതൊന്ന് HTML റിമൂവ് ചെയ്യുക. സംടൈംസ് ഡാറ്റ സെറ്റ് കണ്ടെയ്ൻ HTML ആൻഡ് യുവർ ആൻഡ് ഈ ലിങ്കും സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഒരു ബ്ലൂ കളറിൽ വരില്ലേ, അത് ഹൈപ്പർ ലിങ്ക്, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതായത് നോർമൽ ഒരു ടെക്സ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. DF ഓഫ് റിമൂവ് HTML ആൻഡ് ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ നിന്ന് HTML റിമൂവ് ചെയ്യുക. ഇപ്പോൾ ലോവർ കേസിലേക്ക് ആക്കി അതിലേക്ക് റിമൂവ് HTML അപ്ലൈ ചെയ്യുക. ക്ലീൻ ഡോട്ട് റീകമ്പൈൽ. ഇപ്പോൾ .com എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, .com അങ്ങനത്തെ ടൈപ്പ്, അത് ടോട്ടലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RE ഡോട്ട് കമ്പൈൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. RE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ എക്സ്പ്രഷൻസ് നേരത്തെ യൂസ് ചെയ്തത്. സോ ആ ഒരു സ്റ്റാർ, ക്വസ്റ്റ്യൻ മാർക്ക്, ആ ഒരു സംഭവങ്ങൾ മൊത്തം മാച്ച് ചെയ്തിട്ട് ടോട്ടലി അത് ക്ലീൻ ചെയ്യാനാണ്. റിട്ടേൺ RE ഡോട്ട് സബ്. റിട്ടേൺ നമ്മൾ ഫംഗ്ഷൻ എഴുതില്ലേ, റിട്ടേൺ ചെയ്യുന്നത് RE ഡോട്ട് സബ്. ക്ലീൻ ചെയ്തിട്ടുള്ളത് ക്ലീൻ അപ്ലൈ ചെയ്യുക ആൻഡ് ആ ഒരു ടെക്സ്റ്റ് റിട്ടേൺ ചെയ്യുക. ഓക്കെ. ടെക്സ്റ്റിലാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാരാമീറ്റർ കൊണ്ട് കൊടുക്കുമല്ലോ ഏതിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനിൽ. ക്ലിയർ ആയോ? ഓക്കെ. DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇതിലേക്ക് എന്താണോ എടുത്തിട്ടുള്ളത് ആ ഒരു ക്യാരക്ടറിൻ്റെ വേർഡ്സിൻ്റെ ഇതിലേക്ക്, വേർഡ്സ് അല്ല എന്താ പറയുക, ആദ്യത്തെ ആ ഒരു നാരേറ്റീവാണ് ക്ലീൻഡ് ആയിട്ടുള്ള ലോവർ കേസ് ആയിട്ടുള്ള നാരേറ്റീവാണ് എടുക്കണമെങ്കിൽ അതിന്ന് ഈ ഫോർമാറ്റ് വരുന്നതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു നോർമൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് തരണം. അപ്പോൾ RE റെഗുലർ എക്സ്പ്രഷൻ ഡോട്ട് സബ്, ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലീൻ അപ്ലൈ ചെയ്യുക. RE ഡോട്ട് കമ്പൈൽ ഇതിലേക്ക് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് അത് സ്പേസ് ആയിട്ട് റിമൂവ് ചെയ്യുക. ദെൻ ഡോട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. DF ഓഫ് ക്ലീൻ ടെക്സ്റ്റ് ഡോട്ട് അപ്ലൈ റിമൂവ് HTML. ഇത് കോൾ ചെയ്തിട്ട് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യിപ്പിച്ചു. സോ ടോട്ടലി ആ ഒരു HTMLs റിമൂവ് ചെയ്യാണ്. റിമൂവ് URLs. HTMLൻ്റെ ടാഗും ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, HTML ലാംഗ്വേജിൻ്റെ ടാഗ് കണ്ടിട്ടുണ്ടോ? സെക്ഷൻ HTML ടാഗ്സ്
ഇത് ഈ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ടാഗ്സ് ഇല്ലേ, ഇതുണ്ടോ? സോ ഈ സാധനങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അതുകൊണ്ടാണ് എക്സ്ക്ലമേഷൻ മാർക്ക് അങ്ങനത്തെ ഇത് കൊടുക്കുന്നത്. HTML ഉണ്ട്. HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമ്മുടെ വെബ് പേജിനും കൊടുക്കണം. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയും. വെബ് പേജിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനത്തെ വരുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ് അത് വരുന്നത്. അപ്പോൾ ആൻഡ് ലിങ്ക്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റ്. ഇത് ഒന്നരയില്ലേ, കുറച്ചുണ്ട്, അതൊന്ന് നോക്കിയിട്ട് വന്നാൽ മതി.